ഇത് നമ്മൾ ആർട്ട് ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സബ്ജക്റ്റിലുള്ള ലാസ്റ്റ് മൊഡ്യൂളിലുള്ള ഫോട്ടോഗ്രാഫിക് ടെക്നിക്സ്, സ്റ്റൈൽ ആൻഡ് പോസ്റ്റ് പ്രോസസ്സിംഗ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ് ക്രിയേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഉള്ള ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയാണ് ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫോട്ടോഗ്രാഫി. നമുക്കിതിൽ ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി ഉണ്ട്, പിന്നെ HDR ഫോട്ടോഗ്രാഫി ഉണ്ട്, പിന്നെ സ്റ്റോപ്പ് മോഷൻ മൂവി ഉണ്ട്. ഇത് മൂന്നും ഭയങ്കര സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി എന്താണെന്ന് ഡീറ്റെയിൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഇത് ഒരു ചുരം ഒക്കെ പോലെയുള്ള ഒരു വേ ആണ്, നൈറ്റ് വ്യൂ ആണ് കൂടുതലായിട്ട്. അതിൽ ഒരു ലൈറ്റ് മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ട്രാവൽ ചെയ്യുന്ന വണ്ടികളുടെ ലൈറ്റാണ് അല്ലേ, ലൈറ്റാണ് നമുക്ക് അങ്ങനെ ഒരു LED ഒരു ലൈറ്റ് പോലെ ഒരു നാരോ ആയിട്ടുള്ള ലൈൻ പോലെ നമുക്ക് കാണുന്നത്. അത് ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി എന്നാണ് ഇത് പറയാം. കാരണം നമ്മൾ ലോങ് എക്സ്പോഷറാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എക്സ്പോഷർ, ISO, ഷട്ടർ സ്പീഡൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഷട്ടർ സ്പീഡ് കുറച്ചധികം കൂട്ടിയിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോഴാണ് നമുക്ക് ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫീസ് കിട്ടാറ്. നമ്മുടെ ക്യാമറ ഷട്ടർ കുറച്ചധികം നേരത്തേക്ക് ഓപ്പൺ ചെയ്ത് വെക്കും, കുറച്ച് മിനിറ്റുകളോ കുറച്ച് സെക്കൻഡ്സോ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ അത്രയും ടൈം നമ്മുടെ ക്യാമറയിൽ സെൻസറിലേക്ക് പ്രകാശം കടന്നു വന്നിട്ടാണ് നമുക്ക് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്ന ഫങ്ഷൻ ഇതാക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെയാണ് നമ്മൾ ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫീസ് ഉണ്ടാവുക. നമ്മളിതിൽ കുറച്ച് സെക്കൻഡ്സോ ഓർ ഈവൻ മിനിറ്റ്സോ നമുക്ക് 1/1000 എന്നുള്ള റേറ്റിലാണ് ഷട്ടർ സ്പീഡ് മാർക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. സ്മോൾ ലെറ്റർ F പോയിന്റിലാണ് നമ്മൾ ഷട്ടർ സ്പീഡ് അനലൈസ് ചെയ്യാറ്. സോ അങ്ങനെ കുറച്ചധികം നേരം നമ്മൾ ഷട്ടർ ഓപ്പൺ ആക്കി വെച്ചിട്ട് നമ്മുടെ ക്യാമറയിലേക്ക് കുറച്ചധികം പ്രകാശം കടന്ന് വരുമ്പോഴാണ് നമുക്ക് ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫീസ് സംഭവിക്കാറ്. കാരണം നമ്മൾ ആ നടക്കുന്ന ഒരു നമ്മൾ എന്താണോ ക്യാപ്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഫ്രീസ് ചെയ്യുക, ആ മോഷനെ ഫ്രീസ് ചെയ്യുക എന്നുള്ള എയിമാണ് നമ്മൾ ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫിയിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി അല്ലാതെ നമ്മളിപ്പോൾ വാട്ടർഫോളിൻ്റെ ഫോട്ടോഗ്രാഫീസ് ശ്രദ്ധിക്കാറുണ്ടായിരിക്കും. അതിൽ നമ്മൾ ഷട്ടർ സ്പീഡിൽ വ്യത്യാസം വരുത്തും. നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് ഒരു വാട്ടർഫോളിനെ ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്കിങ്ങനെ ഓരോ തുള്ളി വെള്ളത്തിനും ഭയങ്കര ഷാർപ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അതേസമയം അപ്പം നമ്മൾ പറഞ്ഞു ഷട്ടർ സ്പീഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ക്രിസ്റ്റൽ ആയിട്ടുള്ള, ഇപ്പം വാട്ടർഫോൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്ക് ഷട്ടർ സ്പീഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഭയങ്കര ക്ലിയർ ആയിട്ടും കിട്ടും. അതോടൊപ്പം തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, പാലൊഴുകുന്നത് പോലെ അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്മോഗ് പോലെയൊക്കെ നമുക്ക് പിന്നെ വാട്ടർഫോളിൻ്റെ ഫോട്ടോസ് നമ്മൾ കാണാറുണ്ട്. അത് നമ്മുടെ ഷട്ടർ സ്പീഡിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരിക. ഷട്ടർ സ്പീഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു ഫ്രീസ് ചെയ്യുന്നത് പോലത്തെ ഫോട്ടോസും ഷട്ടർ സ്പീഡിൽ ചേഞ്ച് കൊണ്ട് നമുക്ക് മാറ്റാം. ഇത് നമുക്ക് ഇത്തരത്തിലുള്ളത് മെയിനായിട്ട് നമുക്ക് ഷട്ടർ സ്പീഡ് കുറയ്ക്കുമ്പം നമുക്ക് കിട്ടുന്ന എഫക്ട്സ് ആണ്. അത് കുറച്ച് നേരത്തേക്ക് ലെൻസിലേക്ക് കുറച്ചധികം ലൈറ്റ് കടന്ന് വരുമ്പോഴുള്ള ഫോട്ടോഗ്രാഫ്സ് ആണ് ഇങ്ങനെ നമുക്ക് കിട്ടുക. ഇതോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക, ഷട്ടർ സ്പീഡ് കുറയ്ക്കുക, അപ്പറേച്ചർ ആണെങ്കിലും ISO ഒക്കെ ലോ ആക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ട്രൈപോഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മുടെ പിക്ചറിൽ ഷെയ്ക്കിങ് വരുമ്പോൾ ഈ ഒരു ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന ഒരു കേർവ് പോലെ വരുന്ന ലൈൻസ് ഷെയ്ക്ക് ആവുകയാണെങ്കിൽ ആ കേർവ്സ് പിന്നെയും വേറെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആവും. അപ്പോൾ ഷെയ്ക്ക് ചെയ്യാതെ ട്രൈപോഡ്സ് യൂസ് ചെയ്യാനും പിന്നെ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഫിൽറ്റേഴ്സ് മെയിനായിട്ട് നമ്മളുടെ ലെൻസിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി വെക്കുന്നതാണ് ലെൻസ്. അത് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള വേയിലേക്ക് നമുക്ക് ലെൻസസ് യൂസ് ചെയ്യാം. സോ ഈ ഒരു ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫീൻ്റെ വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിത് പിന്നെ എന്താ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് ട്രാഫിക്കിൻ്റെയും വാട്ടർഫോളിൻ്റെയും ഫോട്ടോസ് ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്യാൻഡിഡ് ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ലോങ് എക്സ്പോഷർ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഷട്ടർ സ്പീഡിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ബാക്കിയുള്ള ഒബ്ജക്ട്സ് മൂവിങ് ആയിരിക്കും, പക്ഷെ അത് ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് പോലെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി. നമുക്ക് ഈ പിക്ചർ തന്നെ ബേസ് ചെയ്തെടുക്കാം. അതിൽ വരുന്ന പിന്നെ വേറെ വരുന്ന ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയാണ് HDR ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്, ഹൈ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത്.
പണ്ട് കാലങ്ങളിലുള്ള ക്യാമറകളിൽ HDR ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നതിൻ്റെ ഒരു യൂസസ് വളരെ കുറവായിരുന്നു, ഓപ്ഷൻ തന്നെയല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന നമ്മുടെ പുതിയ ക്യാമറകളിൽ, ഡിജിറ്റൽ ക്യാമറകൾ HDR ഫോട്ടോഗ്രാഫി ഉണ്ട്. പ്ലസ് നമ്മുടെ മൊബൈലുകളിലും നിങ്ങൾക്ക് ചിലപ്പം ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് നോക്കിയാൽ അറിയാം, മൊബൈൽ ഫോണുകളിൽ HDR ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ കണ്ണിന്റെ ലെൻസിന്റെ പവർ അല്ല നമ്മുടെ ക്യാമറകൾക്കുള്ളത്. അത് ഇന്നേ വരെ ഒരു ലെൻസിനും കണ്ടെത്താൻ കഴിയാത്തതിലും അതീതമായിട്ടുള്ള പവറാണ് നമ്മുടെ കണ്ണുകൾക്കുള്ളത്. സോ നമ്മൾ കണ്ണുകൊണ്ട് ഇപ്പം ഒരു അസ്തമയമോ സൂര്യാസ്തമയോ അല്ലെങ്കിൽ ഒരു സൺറൈസിങ്ങോ കാണുമ്പം ലൈറ്റിന്റെ നമ്മൾ നിൽക്കുന്ന സ്ഥലവും ആ ഒരു സൺറൈസ് അല്ലെങ്കിൽ അസ്തമയമോ നടക്കുന്ന സ്ഥലത്തിന്റെയും രണ്ടും തമ്മിലുള്ള വെളിച്ചത്തിന് ആ റേഷ്യോയിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. ഇപ്പം അസ്തമയം നടക്കുന്ന സമയത്ത് ഭയങ്കര ലൈറ്റ് കുറവായിരിക്കും, പക്ഷെ നമ്മൾ ഇവിടെ ഭയങ്കര ലൈറ്റ് ഉള്ള മീൻസ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ ലൈറ്റിൽ ഭയങ്കര വേരിയേഷൻ വരും. അപ്പം അത് നമ്മൾ ഫോട്ടോ എടുക്കണം, ഒരു സിംഗിൾ ഫോട്ടോ ആണെങ്കിൽ അതിലുള്ള വേരിയേഷൻസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. വെളിച്ചം രണ്ട് രീതിയിലുള്ള ഒരു ഇമേജ് നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വൃത്തികേടായിരിക്കും. കാരണം ലൈറ്റ് കൂടിയ സ്ഥലം ബ്രൈറ്റ് ആയിട്ടും അല്ലാത്തത് അണ്ടർ എക്സ്പോഷർ ആയിട്ടും കിടക്കും. അണ്ടർ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ തീരെ ലൈറ്റ് ഇല്ലാതെ ഡാർക്ക് ആയിട്ട് കിടക്കും, മറ്റേത് ഓവർ എക്സ്പോഷർ ആയിട്ടും കിടക്കും. സോ ആ രണ്ട് എക്സ്പോഷറിനെയും കമ്പൈൻ ചെയ്തിട്ട് ഒരു ഒറ്റ ഫ്രെയിമിൽ ഉൾക്കൊള്ളിക്കാന്നുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ HDR ഫോട്ടോഗ്രാഫിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ക്യാമറയിൽ ഇപ്പം അസ്തമയം എടുക്കുകയാണെങ്കിൽ അത് ഒരു പിക്ചറായിട്ടും ബാക്കിയുള്ള സറൗണ്ടിങ്സ് വേറെ പിക്ചറായിട്ടും എടുത്ത് അത് നമ്മൾ ഫോട്ടോഷോപ്പിലാണെങ്കിലും ബാക്കിയുള്ള എഡിറ്റിംഗ് ടൂൾസിൽ ഇട്ടിട്ട് ഒരൊറ്റ ഇമേജ് ആക്കി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ HDR ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ലൈറ്റ് റൂമിൽ ഇട്ടിട്ടും ഫോട്ടോഷോപ്പിൽ ഇട്ടിട്ടും അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് HDR ഫോട്ടോഗ്രാഫി നമ്മൾ HDR ഫോട്ടോഗ്രാഫി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം ഒരു അസ്തമയത്തിന്റെ ഉദയത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഹൗസിന്റെ ഒക്കെ പിക്ചേഴ്സ് നമ്മൾ എടുക്കാറുണ്ടല്ലോ, ഒരു എന്താ പറയാ ഓറഞ്ച് ഷെയ്ഡിലൊക്കെ വരുന്ന ബീച്ചിന്റെ ഫോട്ടോസ്, അതാണ് നമ്മൾ HDR ഫോട്ടോഗ്രാഫിയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഒരു വൈഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഇട്ട് അതാണ് ഞാനിപ്പം എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള. കാരണം ഇത് ഒരിക്കലും ഒരു സിംഗിൾ ഫ്രെയിമിൽ കിട്ടാൻ സാധ്യതയില്ല. കാരണം അവിടുന്ന് നമുക്ക് ദൂരത്തുനിന്ന് ഒരു സൺസെറ്റിന്റെ സ്ഥലത്തുനിന്ന് ഭയങ്കര ഓറഞ്ച് യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വരുന്നു, ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഭയങ്കര ഡാർക്ക് ആവും, അത് ഓട്ടോമാറ്റിക് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരൊറ്റ സീനറിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീൻ ആയിരിക്കും, അത് ഒരു ലാൻഡ്സ്കേപ്പ് ആയിരിക്കും. പക്ഷെ അത് നമുക്ക് ഫോട്ടോയിൽ നമുക്ക് പകർത്താൻ പറ്റില്ല. കാരണം നമ്മൾ ഫോണിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സൺറൈസിംഗ് ഉള്ള സ്ഥലത്തുനിന്ന് നല്ല വെളിച്ചം വരും, ബാക്കിയുള്ളതൊക്കെ ഡൾ ആയിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ ക്യാമറയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സൺറൈസിന്റെ ഭാഗം മാത്രം കോൺസെൻട്രേറ്റ്, എല്ലാ ഫോട്ടോസും അതിൽ ഓവർ എക്സ്പോഷർ ആയിട്ടും ബാക്കിയുള്ള ഡാർക്ക് ആയിട്ടുള്ള ഏരിയ പിന്നെ വേറൊരു ഫോട്ടോയും അവിടെ വെളിച്ചമായി അവിടെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ അപ്പേച്ചറും ഷട്ടർ സ്പീഡും മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവിടെ വേറൊരു ഫോട്ടോസ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ഫോട്ടോസ് എടുക്കാം. ആ ഫോട്ടോസ് നമ്മൾ HDR ഫോട്ടോഗ്രാഫ്സ് ആക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രൂമിലോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലോ ഇട്ട് കമ്പൈൻ ചെയ്യുമ്പം ആ മൂന്ന് ഫോട്ടോസിനെയും കമ്പൈൻ ചെയ്യുമ്പം നമുക്ക് ഒരു റിസൾട്ട് കിട്ടും. ഈ ഞാനിപ്പോൾ എക്സാമ്പിൾ കൊടുത്തതുപോലുള്ള റിസൾട്ടുകൾ കിട്ടും. അങ്ങനെയാണ് നമ്മൾ HDR ഫോട്ടോഗ്രാഫീസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഫോണിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, HDR ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളൊരു ഇമേജ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ്, ഒരു പ്രോസസ്സിങ് നടന്നിട്ടാണ് നമുക്ക് ഒരു ഫോട്ടോഗ്രാഫ് തരിക. ബാക്കിയുള്ള ഫോട്ടോഗ്രാഫ്സ് പോലെയല്ല, HDR ഫോട്ടോഗ്രാഫി ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ചധികം സമയം എടുത്തിട്ടാണ്. കാരണം മൊബൈൽ ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ റിസൾട്ട് തരിക. സോ HDR ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ന്യൂ ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് തന്നെ പറയാം. കാരണം പുതിയ ക്യാമറകളിലാണ് HDR ഫോട്ടോഗ്രാഫിന്റെ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് വരുന്നത്. ഇതാ ഹൗ HDR വർക്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ എക്സ്പോഷർ ഉള്ള ഇമേജസ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു, അതിനെ മേർജ് ചെയ്യുന്നു, അതിനെ എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് അതിന്റെ എക്സ്പോഷറും കാര്യങ്ങളും ഒന്ന് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഉള്ളതാണ് സ്റ്റോപ്പ് മോഷൻ മൂവി എന്ന് പറയുന്നത്. സ്റ്റോപ്പ് മോഷൻ മൂവി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ചില കാർട്ടൂൺസിൽ, ചില ആനിമേഷൻ മൂവീസിൽ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ശാന്ത ഷീപ്പ് എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ഉണ്ട്. അതിൽ ക്ലേ ഉപയോഗിച്ചിട്ടാണ് ഷീപ്പിനെയും അവിടെയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഫുള്ള് ക്രിയേറ്റ് ചെയ്യുന്നത് ഷീപ്പിനെ വെച്ചിട്ടാണ്. അപ്പം ആ ഒരു ഷീപ്പിന്റെ ഒരു രൂപം ഉണ്ടാക്കി അല്ലെങ്കിൽ സറൗണ്ടിങ്സ് ഉണ്ടാക്കിയിട്ട് അത് ഫോട്ടോ എടുത്ത്
പിന്നീട് ഒരു ചെറിയൊരു മൂവ്മെന്റ് അതിൽ ക്രിയേറ്റ് ചെയ്ത് അത് ഫോട്ടോ എടുത്ത് അങ്ങനെയാണ് ആ കാർട്ടൂൺ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമുക്ക് ഓട്ടോമാറ്റിക് നമുക്കത് മനസ്സിലാവും, പക്ഷെ അത് വേറൊരു ഫീലിംഗ് ഓഫ് ക്രിയേറ്റിവിറ്റി ആണ്. സോ ഇത്തരത്തില് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രൂപത്തിൽ അത് ടോയ്സിലൊക്കെ ഫോട്ടോ എടുത്ത് പിന്നീട് അതിൽ മൂവ്മെന്റ് കൊടുത്ത് പിന്നീട് അങ്ങനെ അങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചാൽ ആ ഫോട്ടോകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു മൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും. ആദ്യകാലങ്ങളിലൊക്കെ ഫോട്ടോഗ്രാഫീന്റെ ഒക്കെ ഇൻവെൻഷൻ ഇത്തരത്തിലായിരുന്നു. ഒരു കുതിര ഓടുന്ന നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ അല്ല, ഒരു മൂവിങ് പിക്ചർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെയുള്ളത്. കാരണം ഒരു കുതിര റൺ ചെയ്യുമ്പം കുറെ 200-ലധികം പിക്ചേഴ്സ് എടുത്തിട്ട് അത് കമ്പൈൻ ചെയ്യുമ്പം ആ കുതിര ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ആ എക്സ്പെരിമെന്റ് ഒക്കെ നമ്മുടെ ഫോട്ടോഗ്രാഫി മേഖലയിൽ നടന്നിട്ടുണ്ട്. അതുപോലെ, പക്ഷെ ഇതെന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെന്റ് അല്ല, ഒരു അനദർ ടൈപ്പ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് നമുക്ക് പറയാം. അത് കുറച്ചും കൂടി എന്താ പറയാ, ടോയ്സിലും പേപ്പർ കട്ടൗട്ട്സിലും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുക. അത് നമുക്ക് മനസ്സിലാവും ഇത് ഒരു ഓട്ടോമാറ്റിക് നടക്കുന്ന ഒരു പ്രോസസ് അല്ലാന്ന്. പക്ഷെ ഒരു ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് അതിൽ എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിച്ചതിന് ശേഷം വേറെ ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ പിന്നെ അടുത്ത മൂവ്മെന്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. അപ്പൊ അത് ഫുൾ ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ സ്റ്റോപ്പ് മോഷൻ വർക്ക്സ് എന്ന് പറയാറ്. അതിൽ കുറെ തരം എക്സാം ഈ സ്റ്റോപ്പ് മോഷൻ മൂവീസിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ അതിൽ ഏറ്റവും ഒരു ഭയങ്കര രസമുള്ള ഒന്നാണ് ഷാന്ത ഷീപ്പ് എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ഉണ്ട്. ചെറിയ കുട്ടികൾ കാണുന്നതൊക്കെ ഒരു കാർട്ടൂണാണ്. അതിൽ കുറേ ഷീപ്പുകളുടെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു നായ്ക്കുട്ടിയുണ്ട്. അത് ഈ ഷീപ്പിനെ മേൽനോട്ടം വഹിക്കുന്ന ഒരു മാനേജർ എന്നുള്ള രീതിക്കാണ്. പിന്നെ ഇതൊരു ഫാമാണ്. അതിലുള്ള വേറെ കുറേ മനുഷ്യന്മാരുടെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ക്ലേയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ വീട്, അവരുടെ ഫാം, പുൽമേട് ഒക്കെ, ട്രീ, അതൊക്കെ ക്ലേയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സ്റ്റോപ്പ് മോഷൻ മൂവീൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞതുപോലെ ഷീപ്പ് ഇങ്ങനെ ചിലപ്പോൾ ഒരു ഷീപ്പ് വരും, എന്നിട്ട് അതെന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് പിന്നെ കുറേ കൂട്ടം ഇങ്ങനെ മെല്ലെ നടന്ന് വരുന്നത് പോലെ അത് ഒരു സ്റ്റെപ്പ് വെക്കുന്നു, എന്നിട്ട് ക്യാപ്ചർ ചെയ്യുന്നു, പിന്നെ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നു, അങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നു. അങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുക. അപ്പം അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സല്ല. ഒരു പിന്നെ എന്താ പറയുക, ഔട്ടിന്ന് നമ്മൾ പിന്നെ ഒരു മോഷൻ സൃഷ്ടിച്ചിട്ട് ക്യാപ്ചർ ചെയ്യുന്നതാണെന്ന്. പക്ഷേ ഭയങ്കര രസമാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ടും സ്റ്റോപ്പ് മോഷൻ മൂവീസൊക്കെ നമ്മൾ മൂവീസിലും ആനിമേഷൻ മൂവീസിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ബേസിക്സ് ഓഫ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്ന്. അതിൽ തന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫിയാണ്. അപ്പം പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയും ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫിയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. അത് നമ്മൾ പലരും ദിനംപ്രതി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് തന്നെയാണ് പോർട്രേറ്റും ക്യാൻഡിഡും. പോർട്രേറ്റ് നമുക്ക് ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇതിൽ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും തയ്യാറാക്കിയിട്ട് ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫിയും പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാൻ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പം സബ്ജക്ട്സ് ആർ നോട്ട് പോസ്റ്റ്, ദ ഫോട്ടോഗ്രാഫർ ക്യാപ്ചേർഡ് നാച്ചുറൽ ബിഹേവിയർ എന്ന് വെച്ചാൽ ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫ്സ് എന്ന് വെച്ചാൽ നമ്മളാണിപ്പം നമ്മളുടെ ഫോട്ടോഗ്രാഫാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു പോസോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു എക്സ്പ്രഷനോ കാര്യങ്ങളോ നമ്മളറിയാതെ ഫോട്ടോഗ്രാഫർ ക്യാപ്ചർ ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയാറ്. പക്ഷേ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ സബ്ജക്ട്സിന് അറിയാം അവരെ ഫോട്ടോ എടുക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ തന്നെ അവർ പോസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ കുറച്ചും കൂടി പോർട്രേറ്റ് എന്ന് പറയുമ്പം കുറച്ചുകൂടി നാച്ചുറലി ആയിരിക്കും. മീൻസ് എന്താ പറയുക, ക്രിയേറ്റീവ് ആയിട്ടുള്ളതും നോൺ ക്രിയേറ്റീവ് ആയിട്ടുള്ളതും പോർട്രേറ്റ് ഫോട്ടോഗ്രാഫീസ് ഉണ്ടാവും. പക്ഷേ സബ്ജക്ട്സിന് അറിയാം ആൾ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇപ്പം ഇവൻ പോസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി അവെയറാണ്, ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അവെയറാണ്. ബട്ട് പോസ് ചെയ്യുന്ന പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഉണ്ട് കേട്ടോ, കൂടുതലായിട്ടും പിന്നെ പോസ് ചെയ്യുന്നതാണ്. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫീസിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫി കാണാറുണ്ട്. കാരണം പിന്നെ എന്തെങ്കിലും കച്ചവടം ചെയ്യുന്ന ആളുകളുടെ എന്തെങ്കിലും ഫോട്ടോഗ്രാഫ്സ്, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ പിന്നെ റോഡ് സൈഡുകളിൽ ചെറിയ കുട്ടികൾ നിൽക്കുന്ന ഫോട്ടോഗ്രാഫ്സ്, എന്തെങ്കിലും ഭയങ്കര ഇമോഷണലി അറ്റാച്ച് ചെയ്യുന്ന ചില മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫ്സ്, അതിനെയൊക്കെയാണ് നമ്മൾ ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയാറ്. അത് കൂടുതലായിട്ടും ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിയാണ് ക്യാൻഡിഡ് എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ എടുക്കുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും അത് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിയാണ്. നാച്ചുറലി ലൈറ്റ്സും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫ്സ് എടുക്കുക. ഒരു റിയൽ വേൾഡ് സിറ്റുവേഷനിൽ
അൺകൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സിനെയാണ് നമ്മൾ ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയാറ്. കാരണം സബ്ജക്ട്സിന് അറിയില്ല, അവർ നമ്മളൊരു പോസ് ചെയ്യുകയാണെന്നുള്ളൊരു അവയർനെസ് ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ആവുക, നമ്മൾ നല്ല പോസുകളുണ്ട്. പക്ഷേ അതൊന്നും ഇല്ലാത്ത അവരുടെ നാച്ചുറൽ ബിഹേവിയർ എന്താണോ അത് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫീൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശങ്ങൾ. ഇപ്പം നമ്മൾ പല ന്യൂസുകളും കേൾക്കാറുണ്ടാവും, പല ഫിലിം ആക്ടേഴ്സിൻ്റെയും ചില പോസസ് ഭയങ്കര ഫേമസ് ആവും. ഇപ്പം അടുത്ത് മമ്മൂട്ടി ഒരു ലൊക്കേഷനിൽ ഇങ്ങനെ വലത് കാലിൻ്റെ മുകളിൽ ഒരു ചായൻ്റെ ഗ്ലാസ്, നമ്മളെ മടമ്പ് കാലിൻ്റെ അവിടെ ഒരു ചായ ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു പിക്ക് ഉണ്ടായിരുന്നു. അതൊരു ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫിയാണ്. ആളറിഞ്ഞിട്ടില്ല ഫോട്ടോ എടുക്കുന്നത്, പക്ഷെ അത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പിക്ചറായിരുന്നു. പല ഫോട്ടോഗ്രാഫ്സും ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫ്സും ഭയങ്കരമായിട്ട് വൈറലാവാറുണ്ട്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്യലാണ് ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി ഭയങ്കര വൈറലാകുന്നതും ഇമ്പോർട്ടൻ്റ് ആകുന്നതും. ഇതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള വേ ഓഫ് ഫോട്ടോഗ്രാഫിയാണ്, പിന്നെ അൺസ്ക്രിപ്റ്റഡുമാണ് അല്ലേ. കാരണം ഫോട്ടോഗ്രാഫറും മുൻകൂട്ടി കണ്ടിട്ടല്ല ഈ ഫോട്ടോ എടുക്കുന്നത്, എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് കണ്ടിട്ടല്ല, ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഒരു മൊമെൻറ്റ് കാണുമ്പം അപ്പം ക്ലിക്ക് ചെയ്യുന്നതും ആവാം. ഒരു ഫ്രണ്ട്സ് തമ്മിൽ ഗ്യാദർ ചെയ്യുന്നത്, ഒരു കിഡ്സിൻ്റെ ലാഫിങ്, അതൊക്കെയാണ് ഞാൻ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫിയിൽ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്. കാരണം ഇന്ന് ചിലപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വൈറലാകുന്നതും നമ്മൾ തന്നെ കാണുന്നതുമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കും ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫ്സ്. അതർ സൈഡ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫ്സ് നോക്കുകയാണെങ്കിൽ സബ്ജക്ട്സ് ഫോട്ടോസിന് വേണ്ടിയിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ പോസ് ചെയ്യുന്നത് തന്നെയാണ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫീൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. ആൾ അവെയറാണ്, ഫോട്ടോ എടുക്കുകയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആൾ അവെയറാണ്. പിന്നെ എക്സ്പെക്റ്റഡ് ആണ്, അൺഎക്സ്പെക്റ്റഡ് അല്ല. ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫിയിൽ വരുമ്പം അത് അൺഎക്സ്പെക്റ്റഡ് ആണ്, ഇത് എക്സ്പെക്റ്റഡ് ആണ്. പിന്നെയെന്ന് വെച്ചാൽ ഒരു കൺട്രോൾഡ് സെറ്റിങ്സിൽ മേ ബി അത് സ്റ്റുഡിയോയിലാകാം, അല്ലെങ്കിൽ ഔട്ട്ഡോർ ആകാം, മേ ബി ലൈറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നാച്ചുറൽ ലൈറ്റ്സ് ആയിരിക്കാം. ഇതിനൊക്കെയാണ് നമ്മൾ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയാറ്. അതിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്താ പറയുക, ഒരു ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള മേ ബി ഒരു ഫോക്കസ് ഏരിയ തന്നെ ഉണ്ടാകും ഈ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ വരുമ്പം. അതിൽ ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ഇമേജ് ഓഫ് പേഴ്സണെയാണ് നമ്മൾ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ ക്യാപ്ചർ ചെയ്യുക. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫീൻ്റെ മെയിൻ സബ്ജക്റ്റ്, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ്ജക്റ്റ് തന്നെ പേഴ്സൺസ് ആയിരിക്കും. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ട് അതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. ഒരു മേ ബി ഡ്രാമറ്റിക്കൽ ഫീല്, അല്ലെങ്കിൽ ഒരു സോറോ, അല്ലെങ്കിൽ ഹാപ്പി ഫീല്, എക്സൈറ്റിങ്, ആ ഫീല് ഒക്കെ കൺവേ ചെയ്യുന്ന ഫോട്ടോഗ്രാഫീസാണ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഇതിന് കൂടുതലായിട്ടും ലൈറ്റ്സ് നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നാച്ചുറൽ അല്ലാതെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഹൈ കീ ലൈറ്റ് ആയിക്കോട്ടെ, ലോ കീ ലൈറ്റ് ആയിക്കോട്ടെ, 3 പോയിൻറ്റ് ലൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും നമ്മൾ കുറേ അധികം ടൈപ്സ് ഓഫ് ലൈറ്റ് നമ്മൾ മേ ബി ചില സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ഫോർമൽ കൺട്രോൾഡ് ആയിട്ടുള്ള വേ ഓഫ് ഫോട്ടോഗ്രാഫിയാണ്. സപ്ലിമെൻറ്റ്സ് ലൈറ്റിങ് നമ്മൾ യൂസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ലൈറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് ഒരു സ്റ്റുഡിയോ സെറ്റിങ്സിൽ വേണ്ടിയിട്ട്. ഇപ്പം ഫാഷൻ ഫോട്ടോഗ്രാഫിയൊക്കെ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ പറയാറുണ്ട്. ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ നമ്മളൊരു പേഴ്സണെ ഹൈലൈറ്റ് ചെയ്യുന്നത്, ഈവൻ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫീൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിനെയാണ് മെയിനായിട്ട് അത് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മൾ കാണിക്കുന്ന ചില പോർട്രേറ്റ് ഫോട്ടോഗ്രാഫീസാണ്. ഇത് കണ്ടോ, ഒരാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ആളുടെ ഓവറോൾ മേക്കപ്പ് ലുക്കാണ് നമുക്ക് മെയിനായിട്ട്. നമ്മളുടെ ഒരു ചെസ്റ്റിൻ്റെ മുകളിലോട്ട് വരുന്ന ഭാഗങ്ങളാണ് അധിക പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിലും ക്യാപ്ചർ ചെയ്യാറ്. അല്ലാത്തതും ഉണ്ട്. കാരണം ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മളുടെ ഫേസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഹൈപ്പ് ചെയ്യപ്പെടുന്ന ഒരു ഭാഗമായിട്ട് മാറും. നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫീസൊക്കെ, കാരണം ഈ ഒരു മോഡലിൻ്റെ ഐയും എന്താ പറയുക, ഒരു ഫേസും ആ ഹെയറൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ബ്യൂട്ടി നൽകുന്നൊരു പിക്ചറാണ്.
സോ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി പറയുമ്പോൾ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫീസ് പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫീസ്, നമ്മൾ അൺപോസ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫീസ്, നാച്ചുറലി ഫോട്ടോഗ്രാഫ്സിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊക്കെ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കും പ്രധാനമായിട്ടും. പിന്നെ എന്താ പറയുക, നമ്മളുടെ സെലിബ്രിറ്റീസിനെ യൂസ് ചെയ്ത, പിന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫീസിലാണ് കൂടുതലായിട്ടും ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫീസ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് കാണാറ്. കാരണം അൺപ്ലാൻഡ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫീൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഫീലിങ്സ്, നമ്മൾ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ ഫീലിങ്സ് ഒക്കെ കൺവേ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനേക്കാൾ കൂടുതലായിട്ട് ഫീലിങ്സ് കൺവേ ചെയ്യാൻ സാധിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കും ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത്. കാരണം ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫ്സിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ കെവിൻ കാർട്ടറുടെ ആഫ്രിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്, പുലിറ്റ്സർ പ്രൈസ് വരെ നേടിയെടുത്ത് വിശന്ന് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ഒരു കുട്ടി അതിനെ ആ കുട്ടി എന്താ പറയുക, അതിൻ്റെ ജീവൻ പോകുന്നത് കാത്തു നിൽക്കുന്ന ഒരു കഴുകനും. അതൊരു മികച്ചൊരു ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫി ആണെന്ന് പറയാം അല്ലേ. ഒന്നും അൺപോസ്ഡ് അല്ല. കെവിൻ കാർട്ടർ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ആൾക്ക് വിവാദങ്ങൾ സൃഷ്ടിക്കാനും പറ്റിയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫായിരുന്നു. അപ്പം അതിൻ്റെ ആ ഒരു ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് ഇപ്പം ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫ്സിൽ ഇത്തരത്തിലുള്ളത്, പിന്നെ ഗസയിലെ ഫോട്ടോഗ്രാഫ്സ്, ഇപ്പം ആഫ്രിക്കയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ്, പല രീതിയിലുള്ള മേ ബി ചില സമയങ്ങളിൽ വാർ ഫോട്ടോഗ്രാഫീസ് ഒരു ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫ്സ് ആവാറുണ്ട് അല്ലേ. ക്യാൻഡിഡ് എന്ന് പറയാമെങ്കിലും ആ ഒരു ഗണത്തിലൊക്കെ നമുക്ക് പെടുത്താം. കാരണം ആ ഒരു ഇമോഷൻ, അതിൻ്റെ ആ ഇമേജിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു തീവ്രത നോക്കുകയാണെങ്കിൽ ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫ്സിന് എത്രത്തോളം ഫീലിങ്സ് കൺവേ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഊഹിക്കാം. ഓക്കെ, പിന്നെ ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫ്സ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാമിലീൻ്റെ ഒരു പിക്ചർ അല്ലേ, ഇത് തീർത്തും അൺപോസിങ് ആണ്. ആ കുട്ടിയുടെ ആ ഒരു ഗസ്റ്റേഴ്സൊക്കെ നമുക്ക് തീർത്തും പിന്നെ നാച്ചുറലാണ്. ഇതിലുള്ള ഫീച്ചേഴ്സാണ് നാച്ചുറൽ എക്സ്പ്രഷൻ ആയിരിക്കും, അൺപ്ലാൻഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരിക്കും, ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരിക്കും അല്ലേ. എല്ലാ ഫോട്ടോഗ്രാഫ്സിലും ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരിക്കും. അത് പോർട്രേറ്റിനെ സംബന്ധിച്ച് ക്യാൻഡിഡിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും. പിന്നെ യൂസ് ഓഫ് അവൈലബിൾ ലൈറ്റ്, നമുക്ക് അപ്പം അവൈലബിൾ ആവുന്നത് എത്രത്തോളം ലൈറ്റാണോ അതിനെ വെച്ചിട്ട് മാക്സിമം അടിപൊളിയാക്കിയിട്ട് ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുക എന്നുള്ളതാണ് ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫീൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് പറയുന്നത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിൽ, ഫെസ്റ്റിവൽസിൽ, ഡെയിലി ലൈഫ് മൊമെൻറ്റ്സിൽ, ബിഹൈൻഡ് ദി സീൻസ് ഷോട്ട്സിൽ ഒക്കെ നിങ്ങൾ കാണാറുണ്ട്. അതിലൊക്കെയാണ് നമ്മൾ ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫീസ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. പിന്നെ വരുന്ന നെക്സ്റ്റ് പോയിൻ്റാണ് ബേസിക് പോസിങ് ടെക്നിക് എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ ഏത് ഫോട്ടോ ഒരു മികച്ചതാവണമെങ്കിലും നമ്മൾ നമ്മുടെ പോസിങ്സ് നന്നാക്കിയിരിക്കണം. നമ്മുടെ ഗസ്റ്റേഴ്സ്, നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ ലുക്ക് വൈസ്, ടോട്ടൽ ഓവറോൾ നമ്മളുടെ ഒരു ഇമേജിനറി വിഷൻ എന്ന് പറയുന്നത് ബെറ്റർ ആയിരിക്കണം അല്ലേ. അല്ലാതെ ഒരു ബാഡായിട്ട് പോസിലുള്ള ഒരു ഫോട്ടോഗ്രാഫ് ഒരിക്കലും ഒരാളും കണ്ടു നിൽക്കില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫിയിലും. നമ്മൾ ഫോട്ടോ എടുക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, നമ്മളുടെ മുമ്പിലിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ പോസിങ് നല്ലതാണോ അല്ലെങ്കിൽ നല്ലതല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള കറക്ഷൻസ് കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എവിടേക്കാന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിൻ്റെ ബെസ്റ്റ് ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യാൻ ഗുഡ് പോസ്റ്റേഴ്സിന് കഴിയും. കാരണം മേ ബി ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫിയിലൊക്കെ ആയിരിക്കും പോസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി വരും. അപ്പം പോസിങ് ഭയങ്കര ഡള്ളായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് ഒരിക്കലും ക്ലിക്കാവില്ല. സോ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ പോസിങ് കറക്റ്റ് ആയിരിക്കണം. ഇമോഷൻസ്, അവരുടെ പേഴ്സണാലിറ്റി കൺവേ ചെയ്യണമെങ്കിൽ പോസിങ് ഭയങ്കര ബെറ്റർ ആയിരിക്കണം. പിന്നെ നമ്മളുടെ പിക്ചറിൻ്റെ തന്നെ ബാലൻസും പ്രപ്പോർഷനും അത് തമ്മിലുള്ള ഒരു ഹാർമണിയും കമ്പോസിഷനും ഒക്കെ കറക്റ്റ് ആവണമെങ്കിൽ നമ്മുടെ പോസിങ് കറക്റ്റ് ആവണം. ക്യാമറമാൻ്റെ അല്ല, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സബ്ജക്റ്റിൻ്റെ. പിന്നെ സബ്ജക്റ്റും വ്യൂവറും തമ്മിലുള്ള ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിങ് ഭയങ്കര കറക്റ്റും. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു സബ്ജക്റ്റിൻ്റെ കണ്ണിൻ്റെ ഒരു തീവ്രത ഉണ്ടല്ലോ. മീൻസ് അത് പോസിങ് കറക്റ്റ് ആയതുകൊണ്ടല്ലേ. കാരണം ഫേസ്, കണ്ണ് നമ്മളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഫോട്ടോഗ്രാഫിനോട് അത്രയ്ക്കൊരു അട്രാക്ഷൻ തോന്നുന്നത്. നേരെ വൈസ് അവർ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ആണ് ആ ലുക്ക് പോകുന്നതെങ്കിൽ നമുക്ക് അത്രയ്ക്കൊരു അട്രാക്ഷൻ തോന്നണമെന്നില്ല. ഓക്കെ, പിന്നെ ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫിയിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പോസിങ് നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം അത് ക്യാൻഡിഡാണ്, അൺഎക്സ്പെക്റ്റഡ് ആണ്. സോ നല്ലോണം ഇരിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പം അത് ക്യാൻഡിഡ് അല്ല, അപ്പോൾ അത് പോർട്രേറ്റ് ആയിപ്പോവും. സോ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിലും അല്ലാതെയുള്ള ഫോട്ടോഗ്രാഫീസിലും വരുമ്പോഴാണ് നമുക്ക് പോസിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. ഓക്കെ,
പിന്നുള്ളത് എൻവിയോൺമെൻറ്റൽ പോർട്രേറ്റ്സ് ആണ്. ഓക്കെ, പോർട്രേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് പോർട്രേറ്റ്സ് എന്ന് പറയുക. അതിൽ എൻവിയോൺമെൻറ്റൽ പോർട്രേറ്റ്സ് ഉണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ആൻ എൻവിയോൺമെൻറ്റൽ പോർട്രേറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫ് വേർ ദ സബ്ജക്റ്റ് ഈസ് ക്യാപ്ചേർഡ് ഇൻ ദ നാച്ചുറൽ സറൗണ്ടിങ്സ്, ദ എൻവിയോൺമെൻറ്റ് ബിക്കം പാർട്ട് ഓഫ് ദി സ്റ്റോറി. കാരണം ഒരു സബ്ജക്റ്റിൻ്റെ നാച്ചുറൽ സറൗണ്ടിങ്സോട് കൂടിയിട്ട് ഉള്ള ഒരു പാർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതിനെയാണ് എൻവിയോൺമെൻറ്റൽ പോർട്രേറ്റ്സ് എന്ന് പറയാം. ഇപ്പം ഒരു ഷെഫിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കുകയാണ്. ആളൊരു റെസ്റ്റോറൻറ്റിൽ കിച്ചണിൽ പിന്നെ ബേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈവൻ ഒരു വെയിറ്ററുടെ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു IT പ്രൊഫഷൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കുകയാണ്, ഈവൻ ഒരു മദറിൻ്റെ ഫോട്ടോഗ്രാഫ്, ഓർ എനിത്തിങ് ലൈക്ക് എ സബ്ജക്റ്റിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ എടുക്കണം. ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻവിയോൺമെൻറ്റ് കൂടിയിട്ട് ഫോട്ടോഗ്രാഫ് വരുമ്പോഴാണ് നമ്മളതിനെ എൻവിയോൺമെൻറ്റൽ പോർട്രേറ്റ്സ് എന്ന് പറയാം. ബേസിക്കലി സാധാ പോർട്രേറ്റ്സ് പോലെ തന്നെ അതും സെറ്റഡ് ആണ്, പ്ലാൻഡ് ആണ്, പ്രീ പ്ലാൻഡ് ആണ്. സബ്ജക്റ്റിന് അറിയാം, ഫോട്ടോ എടുക്കുന്നുണ്ടെന്നറിയാം, ക്യാമറാമാനും ഉണ്ട്, ക്യാമറാമാനും ഫോക്കസ്ഡ് ആണ്, ലൈറ്റിങ്സ് ഉപയോഗിക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ്സ് യൂസ് ചെയ്യുന്നുണ്ട്, മേ ബി അത് സ്റ്റുഡിയോ സെറ്റപ്പിലും യൂസ് ചെയ്യാം. ഓക്കെ, എൻവയോൺമെൻറ്റൽ പോർട്രേറ്റ്സിൻ്റെ മെയിനായിട്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടുള്ള ഒരു സൈഡ് കൂടി എൻവയോൺമെൻറ്റൽ ഫോട്ടോഗ്രാഫ്സിന് കിട്ടും എന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻസ് ടു സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയാണ്. നമ്മൾ ഇത്രയും നേരം ബേസിക്സ് ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രഫീസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മളത് കുറച്ചുകൂടി സ്റ്റുഡിയോ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോഗ്രഫി എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ ഒരു ബിഹേവിയർ തന്നെ മാറുകയാണ്. കാരണം ക്യാൻഡിഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, നമുക്ക് ആർക്ക് വേണമെങ്കിലും മേ ബി നമ്മളെല്ലാവരും ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫ്സ് എടുക്കാറുണ്ടല്ലേ, വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ കളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ അവരുടെ കുറച്ച് എന്താ പറയുക കോമിക്കായിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യാറുണ്ട്. ബട്ട് അതൊക്കെ വിട്ടിട്ട് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എത്രത്തോളം എന്താ പറയുക പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് എന്നൊക്കെ നമുക്ക് നോക്കാം. കാരണം സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര ഡിഫറെൻ്റാണ്, ഭയങ്കര പ്രൊഫഷണലാണ്. കാരണം ആദ്യമൊക്കെ നമുക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും കുട്ടീൻ്റെയും ഒരു ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ ഈ കല്യാണത്തിന് മുൻപ് പെണ്ണ് കാണാൻ വരുമ്പം പെണ്ണിൻ്റെ ഫോട്ടോ ചെക്കൻ്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചെക്കൻ്റെ ഫോട്ടോ പെൺ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു, ചെറിയ പിള്ളേരുടെ ഫോട്ടോസ് എടുക്കുന്നു, ആൽബമിൽ കയറ്റി വെക്കാനുള്ള ഫോട്ടോ, അത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ. പക്ഷേ ഇന്ന് അതിനൊക്കെ ഭയങ്കര രീതിയിലുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള ഫോട്ടോഗ്രാഫ്സും ഇപ്പം നമുക്ക് സ്റ്റുഡിയോ സെറ്റപ്പിലും എടുക്കാം അല്ലേ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും സ്പോർട്സ് ഫോട്ടോഗ്രാഫിയും അതൊക്കെയാണ് നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റുന്നത്. ഇപ്പം സ്റ്റുഡിയോ ലൈറ്റിങ്ങിൽ നമ്മൾ കൂടുതലായിട്ട് ഭയങ്കര വേരിയേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഫാഷൻ ഫോട്ടോഗ്രാഫിയൊക്കെ. കാരണം ഇന്ന് വേൾഡിൽ നമ്പർ 1 ആയിട്ട് എന്താ പറയുക പ്രൊഫഷണലി ആൻഡ് ഫിനാൻഷ്യലി ഹൈപ്പിൽ നിൽക്കുന്ന ഫോട്ടോഗ്രാഫിയുടെ ഒരു മേഖല തന്നെയാണ് ഫാഷൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെയും ഫാഷൻ ഫോട്ടോഗ്രാഫി സെക്ടർ തന്നെ വേറെ തന്നെ അവർ കൊണ്ടുപോകുന്നുണ്ട്. കാരണം അവരുടെ ഏറ്റവും വലിയ അഡ്വർടൈസിങ് ഫാക്ടറായിട്ട് അവർ ഫാഷൻ ഫോട്ടോഗ്രാഫി കൊണ്ടുപോകുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് ഉള്ള ഒരു തീമിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണല്ലേ. ചിലപ്പോൾ ഒരു റൂമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹാൾ പോലത്തെ ഒരു സ്ഥലമായിരിക്കാം. അത് കൺസിസ്റ്റഡ് ആവും, മേ ബി ലാർജ് ആവും. പക്ഷേ ഒട്ടുമിക്ക സ്റ്റുഡിയോസും കുറച്ചുകൂടി കൺസിസ്റ്റഡ് ആണ്. അവിടെ ലൈറ്റിംഗ് ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, പിന്നെ എൻവയോൺമെൻറ്റ് ക്യാൻ അഡ്ജസ്റ്റ് ടു ക്രിയേറ്റ് പ്രൊഫഷണൽ ക്വാളിറ്റി ഇമേജസ്. ഇപ്പം നമ്മൾ നേരത്തെ എൻവയോൺമെൻറ്റൽ പോർട്രേറ്റ്സ് പറഞ്ഞതുപോലെ മേ ബി എൻവയോൺമെൻറ്റൽ പോർട്രേറ്റ്സ് നമുക്ക് സ്റ്റുഡിയോ സെറ്റപ്പിൽ എടുക്കാം അല്ലേ. അങ്ങനത്തെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ഇന്ന് നമ്മളുടെ ഈ ഒരു വേൾഡിലുണ്ട്. അത്രയ്ക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റുഡിയോസ് നമ്മളുടെ ഇടയിലുണ്ട്. സോ അതിൽ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിംഗ് സെറ്റിങ്സ് ഉണ്ടാവും, ക്ലീൻ ആയിട്ടുള്ള കോമ്പോസിഷൻസ് ആയിരിക്കും, ക്രിയേറ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ പോർട്രേറ്റ്സ്. നമുക്ക് ഏത് തരത്തിലുള്ള ഫോട്ടോഗ്രാഫ്സ് എടുക്കാനും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റുഡിയോ സെറ്റപ്പ് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവും. ഫാഷൻ ഫോട്ടോഗ്രാഫി ഉണ്ടാവും, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ഉണ്ടാവും, ഫുഡ് ഫോട്ടോഗ്രാഫി, എല്ലാവിധ സെറ്റിങ്സും എല്ലാവിധ ടൈപ്പ് ഓഫ് എന്താ പറയുക ഫോട്ടോഗ്രാഫീസും നമുക്കിന്ന് സ്റ്റുഡിയോ സെറ്റപ്പിൽ വെച്ച് എടുക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം
ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ഫാക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരു ഗുഡ് ഫോട്ടോഗ്രാഫി ചിലപ്പോൾ ഉണ്ടാവുകയില്ല. അതിനൊരു ഫോട്ടോയ്ക്ക് വേണ്ട അതിൻ്റെ സർഫേസ്, അതിൻ്റെ സീനറി, മെയിൻ സബ്ജക്റ്റിൻ്റെ ബാക്കിൽ വരുന്ന സീനറിയൊക്കെ നമുക്ക് സ്റ്റുഡിയോ സെറ്റപ്പിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റിൻ്റെ ഫോക്കസ് കൂട്ടാൻ വേണ്ടിയും പിന്നെ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സ് യൂസ് ചെയ്യാം അല്ലേ. വിവിധ ടൈപ്പ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് ഫോട്ടോഗ്രാഫിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, ഫാഷൻ ഫോട്ടോഗ്രാഫിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, ഇപ്പം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അത് സ്റ്റുഡിയോ സെറ്റപ്പിലെല്ലാം ഔട്ട്ഡോർ ആയിട്ടുള്ള വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. കപ്പിൾസിൻ്റെ ഫോട്ടോഗ്രാഫി നമ്മൾ സ്റ്റുഡിയോയിൽ വന്ന് എടുക്കാറുണ്ട്. കപ്പിൾ ഫോട്ടോഗ്രാഫി നമുക്ക് അതിന് വേറെ ബാക്ക്ഗ്രൗണ്ടാണ്. സോ ഒരു സബ്ജക്റ്റിൻ്റെ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതിന് കൂടുതൽ ക്ലാരിഫിക്കേഷൻ, അതിന് കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാം. റിഫ്ലക്ടർ എന്ന് പറയുന്നൊരു എക്യുപ്മെൻ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതൊരു സർഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സബ്ജക്റ്റിലേക്ക് കുറച്ചുകൂടി ലൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, ഷാഡോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഒരു പിന്നെ സർഫേസ് വെച്ചിട്ടാണ് നമ്മൾ റിഫ്ലക്റ്റഡ് എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇത് ടൈപ്സ് ഓഫ് റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. വൈറ്റ് റിഫ്ലക്ടർ ഉണ്ട്, സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇപ്പം ഗോൾഡൊക്കെ ഒരു സ്കിൻ ടോണിന് വേണ്ടിയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോൾഡ് റിഫ്ലക്റ്റേഴ്സ് യൂസ് ചെയ്യാറ്. ബ്ലാക്ക് റിഫ്ലക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഡ്രാമറ്റിക് പിന്നെ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ബ്ലാക്ക് നമ്മൾ യൂസ് ചെയ്യാറ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളുടെ മുൻപിൽ ഇങ്ങനെ ഒരു, നിങ്ങൾ ചിലപ്പം സ്റ്റുഡിയോസിൽ കണ്ടിട്ടുണ്ടാകും, ഒരു സർക്കിൾ പോലെ, ഒരു സർക്കിളിലാണ് അധിക സ്ഥലങ്ങളും ഉണ്ടാവാറ്, സ്ക്വയറിലും ഉണ്ടാവും, ഒരു ഷീറ്റ് വെക്കും. എന്നിട്ട് നമ്മുടെ ലൈറ്റിങ് കറക്റ്റ് ആവാൻ വേണ്ടി ഫേസിലേക്ക് ലൈറ്റിങ് കറക്റ്റായിട്ട് റിഫ്ലക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് റിഫ്ലക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഡിഫ്യൂസർ എന്ന് പറഞ്ഞാൽ, ഡിഫ്യൂസർ ഞാൻ ഇമേജിൽ കൊടുത്തിട്ടുണ്ട്. ഡിഫ്യൂസർ എന്ന് പറഞ്ഞാലും നമ്മൾ റിഫ്ലക്റ്റേഴ്സിനെ പോലെയാണ് കാണാൻ. നമ്മൾ ലൈറ്റ് സോഴ്സിൻ്റെയും സബ്ജക്റ്റിൻ്റെയും ഇടയിൽ വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി ലൈറ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിഫ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഹാഷായിട്ടുള്ള ഷാഡോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫ്യൂസേഴ്സ് യൂസ് ചെയ്യാറ്. പിന്നെ ലൈറ്റ് വരുമ്പം, ലൈറ്റ് ഇപ്പം നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഡിഫ്യൂസറിൻ്റെ ഇപ്പുറത്തുള്ള ലൈറ്റ് ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ മുഖത്തിൽ ഡയറക്റ്റായിട്ട് അടിക്കും. അപ്പോൾ ഡിഫ്യൂസറിൽ തട്ടി അത് പ്രതിഫലിക്കുകയല്ല, ഒരു ഫിൽറ്ററിങ് ചെയ്യുന്നത് പോലെ വരികയാണെങ്കിൽ കുറച്ചുകൂടിയും സ്പ്രെഡ് ചെയ്തിട്ട്, കുറച്ചുകൂടി എന്താ പറയുക, ഷാർപ്നെസ് കുറച്ചിട്ട് സ്പ്രെഡഡ് ആയിട്ടായിരിക്കും വരിക. അപ്പം കുറച്ചുകൂടി നാച്ചുറൽ ലുക്ക് കിട്ടുകയും ചെയ്യും. ഒരു റിഫ്ലക്റ്റീവ് സർഫേസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പിന്നെ റിഫ്ലക്ടർ പറഞ്ഞതുപോലെയല്ല. റിഫ്ലക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് പതിച്ചിട്ട് നേരെ പിന്നെ എന്താ പറയുക, ഒരു ബ്രൈറ്റ്നസ് നമ്മളുടെ സബ്ജക്റ്റുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും റിഫ്ലക്ടേഴ്സ് യൂസ് ചെയ്യുക. ഡിഫ്യൂസർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലൈറ്റിൻ്റെ ഒരു തീവ്രത കുറയ്ക്കുക, ആ ഒരു ഫങ്ഷൻസാണ് ഡിഫ്യൂസേഴ്സിൽ വരിക. ടൈപ്സ് എന്ന് വെച്ചാൽ സോഫ്റ്റ് ബോക്സ് ഉണ്ട്, സ്ക്രിം ഓർ ഡിഫ്യൂഷൻ പാനൽസ് ഉണ്ട്, അംബ്രല്ല ഡിഫ്യൂസേഴ്സ് ഉണ്ട്. അംബ്രല്ല ഡിഫ്യൂസേഴ്സ് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും, കൂടുതലായിട്ട് സ്റ്റുഡിയോ സെറ്റപ്സിൽ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, പിന്നെ വർക്കിംഗ് വിത്ത് സ്ട്രോപ്സ് എന്ന് പറയുന്നത്, സ്ട്രോപ്സ് എന്ന് പറയുന്നത് അതൊരു ഹൈ പവേർഡ് ആയിട്ടുള്ള ഫ്ലാഷാണ്. അത് ഭയങ്കര ഷോർട്ടായിട്ടുള്ള ബ്രൈറ്റ് ഫ്ലാഷസ് ആണ് പിന്നെ സ്ട്രോപ്സ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ പിന്നെ ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഡയറക്റ്റായിട്ട് നമുക്ക് ഫ്ലാഷ് വരുന്ന എക്യുപ്മെൻ്റാണ് സ്ട്രോപ്സ് എന്ന് പറയുന്നത്. അതൊരു ടൈപ്പ് ഓഫ് ലൈറ്റ്സ് ആണ്. അത് ഹൈ ബ്രൈറ്റ്നസ് ആയിരിക്കും. പിന്നെ പവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ക്വിക്ക്ലി റെഡി ഫോർ ദി നെക്സ്റ്റ് ഫ്ലാഷ്, മീൻസ് നമ്മളിങ്ങനെ ഇപ്പം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫീസിനൊക്കെ നമ്മൾ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കളർ ടെമ്പറേച്ചറിന് കൺസിസ്റ്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോപ്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ലൈറ്റിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട 2 kinds ഓഫ് ലൈറ്റിംഗ് ആണ് ഹൈ കീ ലൈറ്റും ലോ കീ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത് 2 മെത്തേഡ് ഓഫ് ലൈറ്റിംഗ് ആണ്. ലൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്തൗട്ട് ലൈറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം ഇല്ല, ഒരു ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോം ഫോട്ടോഗ്രാഫിയിലില്ല. അതുകൊണ്ടാണ് ലൈറ്റ്സിന് നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ ക്യാമറയ്ക്ക് എത്രത്തോളം, ലെൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈറ്റ്സിനുണ്ട്. കാരണം പ്രോപ്പർ ലൈറ്റിങ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഫോട്ടോഗ്രാഫി
മിസ്മാച്ച്ഡ് ആയിപ്പോവും. ഓക്കെ, അപ്പം നമ്മൾ ഹൈ കീ ലൈറ്റിങ്ങും ലോ കീ ലൈറ്റിങ്ങും ഒന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഹൈ കീ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹൈ കീ ലൈറ്റിംഗ് അതിൻ്റെ പേര് പോലെ തന്നെ ഹൈ ആണ്. ലൈറ്റിംഗ് ഹൈ ആണ്, ഹൈ പവർ ഉള്ളതാണ്. ലോ കീ ലൈറ്റിംഗ് എന്ന് വെച്ചാൽ ലോ ആണ്. ഹൈ കീ ലൈറ്റിങ്ങിൻ്റെ ഫസ്റ്റത്തെ ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ എ ലൈറ്റിംഗ് സ്റ്റൈൽ ദാറ്റ് യൂസസ് ബ്രൈറ്റ് ഈവൻ ഇല്യൂമിനേഷൻ വിത്ത് മിനിമൽ ഷാഡോസ് എന്ന് വെച്ചാൽ യൂസസ് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് ഇത് യൂസ് ചെയ്യാറ്. ഷാഡോസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഹൈ കീ ലൈറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷനായിട്ട് വരുന്നത്. അതിൽ യൂസ് ചെയ്യുന്നത് ചിയർഫുൾ, ക്ലീൻ, പോസിറ്റീവ്, സോഫ്റ്റ് ഓർ ഇന്നസെൻറ്റ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യലാണ് ഹൈ കീ ലൈറ്റിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഹൈ കീ ലൈറ്റിങ്ങിൽ യൂസ് ചെയ്യാറ്. പിന്നെ വരുന്നത് ലോ കോൺട്രാസ്റ്റ് ആണ്. പിന്നെ സ്ട്രോങ് ആൻഡ് ഓഫ്റ്റൻ ബാലൻസ്ഡ് വിത്ത് ഫിൽ ലൈറ്റ്. ഓക്കെ, അത് ഇപ്പം ഹൈ കീ ലൈറ്റിങ് എന്ന് പറയുമ്പം നമ്മളൊരു സബ്ജക്റ്റിനെ ഇരുത്തിയിട്ട് നമ്മൾ കൂടുതലായിട്ടും നമുക്കത് ഇപ്പം ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫീൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. അതിൽ ഒരു ഇമേജിനെ സ്റ്റുഡിയോയിൽ കൂടുതലായിട്ടും ഹൈ കീ ലൈറ്റും ലോ കീ ലൈറ്റും സ്റ്റുഡിയോ സെറ്റപ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെയാണ് നമുക്കതിൻ്റെ ഒരു എന്താ പറയുക കംപ്ലീറ്റ് റിസൾട്ട് കിട്ടാൻ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റുഡിയോ സെറ്റപ്പിലാണ്. അപ്പം സബ്ജക്റ്റിൻ്റെ മുന്നിലിരുത്തിയിട്ട് ഫ്രണ്ടിൽ നിന്ന് നല്ല പവറുള്ള ലൈറ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ സ്റ്റുഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുമ്പം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കടത്തി വിടുകയാണ്. ബാക്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ മേ ബി എന്താ പറയുക വൈറ്റ് പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും മോസ്റ്റ്ലി. മേ ബി ഇങ്ങനെ നാച്ചുറൽ ഫോട്ടോഗ്രാഫിയിലും നമ്മൾ ലോ കീ ലൈറ്റിങ് ഹൈ കീ ലൈറ്റിങ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം എന്താ ഹൈ കീ ലൈറ്റിങ്ങിൽ ഭയങ്കര ലൈറ്റ് പവറുള്ള ലൈറ്റിങ് കൊടുക്കുന്നു. മേ ബി ഫ്രണ്ട് രണ്ട് സൈഡിൽ നിന്നും കൊടുക്കുന്നു. അപ്പം എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നാരോ ആയിട്ടുള്ള ലൈറ്റിങ് കൊടുത്തിട്ട്, പക്ഷേ ആ ലൈറ്റിങ് നമുക്ക് ലൈറ്റ് കാണാൻ പറ്റില്ല. ബാക്കിലായിട്ട് ഫിക്സ് ചെയ്തിട്ട് അത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് റിഫ്ലക്സ് ചെയ്യുന്നത് പോലെ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് ആ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. സബ്ജക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് സബ്ജക്റ്റ് ഫ്രണ്ടിലോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ബാക്കിലോട്ട് ആ നാരോ ആയിട്ടുള്ള ലൈറ്റ് കൊടുക്കുന്നു. സോ ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടിയും എന്താ പറയുക വൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ വിഷ്വൽ ഭയങ്കര ബ്രൈറ്റാണ്, ഭയങ്കര ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന വിഷ്വൽസ് ആയിരിക്കും അത്തരത്തിൽ നമ്മൾ ഹൈ കീ ലൈറ്റിങ് കൊടുക്കുന്നത്. ഓക്കെ, അതിൽ ഷാഡോസ് ഉണ്ടാവില്ല. കാരണം ഫുൾ ലൈറ്റിങ് കൊടുത്താൽ ആ സബ്ജക്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞ ബാക്കിലൂടെ ലൈറ്റ് കൊടുക്കാതിരിക്കുമ്പം ഷാഡോസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഫേസ് കുറച്ചുകൂടിയും നമ്മുടെ രണ്ട് ചിന്നിൻ്റെയും ഭാഗങ്ങൾ ഷാഡോ ഒരു ഡാർക്ക്നെസ് വരുന്നു. അപ്പോൾ എന്താകും, നമ്മൾ ബാക്കിലുള്ള ലൈറ്റ് കൊടുക്കുന്നു, അത് ബാക്ക്ഗ്രൗണ്ടിൽ റിഫ്ലക്സ് ചെയ്യുന്നു. അതിൻ്റെ മുൻപ് തന്നെ നമ്മൾ റിഫ്ലക്ടർ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഫേസിൻ്റെ താഴെയായിട്ട് നമ്മളൊരു റിഫ്ലക്ടർ കൊടുക്കുന്നു. അപ്പം ഈ ഹൈ കീ ലൈറ്റിങ് കൊടുക്കുന്ന ലൈറ്റും കൂടി റിഫ്ലക്ടറിൽ തട്ടിയിട്ട് അത് ഫേസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, അത് ഒരു യൂഷ്വലി വൈറ്റ് ഓർ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള പിക്ചേഴ്സിനെയാണ് നമ്മൾ ഹൈ കീ ലൈറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും ഫാഷൻ ഫോട്ടോഗ്രാഫി, ബ്യൂട്ടി ഫോട്ടോഗ്രാഫി, പ്രൊഡക്റ്റ്, വെഡ്ഡിങ്, കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി, സിറ്റ്കോംസ്, കോമഡീസ് ഇതിലൊക്കെയാണ് നമ്മൾ ഹൈ കീ ലൈറ്റിംഗ് യൂസ് ചെയ്യുക. കാരണം ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫീസിലൊക്കെ അതിൻ്റെ ഓരോ ആസ്പെക്ട്സും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ വരുമ്പം നമ്മളൊരു മോഡലിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്, അതൊരു കുറച്ചുകൂടി പോർട്രേറ്റും കൂടി ആകുമ്പം ആ മോഡലിൻ്റെ ഫേസിനെ എൻഹാൻസ് ചെയ്യണം എന്നാണെങ്കിൽ ഹൈ കീ ലൈറ്റിംഗ് ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടിരുന്നത്. കാരണം ബ്രൈറ്റ്നസ് കൂടുന്തോറും ഫേസിൻ്റെ എൻഹാൻസ്മെൻറ്റും കൂടും, ഓരോ ബോഡി പാർട്സും ഭയങ്കര ഷാർപ്പായിട്ട് എൻഹാൻസ് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ പിന്നെ ഹൈ കീ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ബ്രൈറ്റൻ എക്സ്പോഷർ സെറ്റിങ്സ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുക. കാരണം ഓവറോൾ ബ്രൈറ്റ്നസ് ആണല്ലോ, അതുകൊണ്ട് അതിൻ്റെ ക്ലാരിറ്റിയിൽ, സോഫ്റ്റ്നെസ്സിൽ, സബ്ജക്റ്റ് ഫീച്ചേഴ്സിലായിരിക്കും നമ്മൾ
കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ സോഫ്റ്റ് ലൈറ്റിംഗ് സോഴ്സസ് ഉണ്ടാവും, ഡിഫ്യൂസേഴ്സ് ഉണ്ടാവും, റിഫ്ലക്റ്റേഴ്സ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം വേണമെങ്കിൽ നമുക്കിപ്പം ഷാർപ്നെസ് ഇനിയും കുറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വേറെ ലൈറ്റിങ്സും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലൈറ്റിംഗ് ഉണ്ട്. 3 പോയിൻറ്റ് ലൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വേണമെങ്കിൽ 2 ലൈറ്റ്സ് കൊടുക്കാം, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണമെങ്കിൽ കൊടുക്കാം. അത്തരത്തിൽ നമുക്ക് ലൈറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്താൽ ഭയങ്കര പവറിങ് ആയിട്ടുള്ള ലൈറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ബാക്കിൽ നിന്ന് ചെറിയൊരു ലൈറ്റും കൂടി കൊടുത്താൽ നമ്മൾ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ അത് സ്പ്രെഡഡ് ആയിട്ട് നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടുകയും ചെയ്യും. സെയിം ടൈമിൽ നമ്മൾ ലോ കീ ലൈറ്റിംഗ് പറയുകയാണെങ്കിൽ, ലോ കീ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഡാർക്ക് ടോണിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഓഫ് ലൈറ്റിങ്ങിനെയാണ് നമ്മൾ ലോ കീ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഡീപ്പായിട്ടുള്ള ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുക, ഹൈ കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയാണ്. അതിലൊരു പേഴ്സൻ്റെ ഫേസ് മാത്രം, ഹെയർ ഒന്നുമില്ല, ആളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫുൾ ഡാർക്കായിട്ട് കാണിക്കുന്നതാണ് ലോ കീ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ലൈറ്റിങ്ങിൻ്റെ സയൻസാണ് കേട്ടോ. ലൈറ്റിങ്ങിൻ്റെ ഒരു ആർട്ട് ഫോമാണ് ഹൈ കീ ലൈറ്റിങ്ങും ലോ കീ ലൈറ്റിങ്ങും. എങ്ങനെ ലൈറ്റ് പിന്നെ എന്താ പറയുക പ്ലേസ് ചെയ്യുന്നു, എങ്ങനെ എത്രത്തോളം ലൈറ്റ് യൂസ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു മെഷർമെൻറ്റും എന്നതിൻ്റെ ഒരു സ്റ്റൈലൊക്കെയാണ് ഈ ലോ കീ ലൈറ്റിങ്ങും ഹൈ കീ ലൈറ്റിങ്ങും വരുന്നത്. ലോ കീ ലൈറ്റിങ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ് ഡ്രാമറ്റിക്കിൽ, മിസ്റ്റീരിയസ്, മൂഡി, ഇൻറ്റൻസ് ഓർ സസ്പെൻസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ലൈക്ക് ഒരു പിന്നെ എന്താ പറയുക ഹൊറർ മൂവീസിലൊക്കെ നമ്മൾ കൂടുതൽ ഡാർക്ക് ടോൺസ് യൂസ് ചെയ്യാറുണ്ടല്ലോ, അതൊക്കെ ലോ കീ ലൈറ്റിംഗ് ആണ്. ലോ കീ ലൈറ്റിംഗ് എന്ന് വെച്ചാൽ ലൈറ്റിംഗ് വളരെ കുറച്ചിട്ട് ഒരു ഇമേജിൻ്റെ ഫേസ് മാത്രം കാണിക്കാനുള്ള ലൈറ്റ് മാത്രം യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ഹൈ കീ ലൈറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഫ്രണ്ടിൽ നിന്ന് ഓൺ ചെയ്യുന്നു, ബാക്കിൽ ഒരു നാരോ ആയിട്ടുള്ള ലൈറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഈ 2 ലൈറ്റിങ്ങിലും ഒരു ഗ്രിഡ് എന്ന് വെച്ചാൽ ഒരു അരിപ്പ പോലെ, അരിപ്പനായിട്ടും കുറച്ചുകൂടി ഒരു ചേർന്നുള്ള അഴികളുള്ള ഒരു ഗ്രിഡ് പോലെ വെച്ചിട്ട് മറയ്ക്കുകയാണ് ചെയ്യുക, ക്ലോസ് ചെയ്യാണ് ചെയ്യുക. ലൈറ്റിനെ ക്ലോസ് ചെയ്യല്ല, ഒരു ചെറിയ രീതിയിലുള്ള ലൈറ്റ് വരും, പക്ഷേ മോസ്റ്റ് ഓഫ് ദി ലൈറ്റ്സ് ആർ കവേർഡ് ബൈ ദാറ്റ് ഗ്രിഡ്. അപ്പം ലൈറ്റിങ് വരുമ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൻ്റെ ഫേസ് മാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്നു. ബാക്കിലുള്ള ലൈറ്റിങ്ങിനും നമ്മൾ എന്താക്കും, ആ ഒരു ഗ്രിഡ് വെച്ചിട്ട് കവർ ചെയ്യുന്നു. സോ ആളുടെ ആ ഒരു പിന്നെ സബ്ജക്റ്റിൻ്റെ ഓവറോൾ ഏരിയ ഡാർക്ക്നെസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഷാഡോസ് ഡീപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ബ്ലാക്ക് ഓർ ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് കൂടുതലായിട്ടും ഡ്രാമറ്റിക് ആയിട്ടുള്ള സീൻസിൽ യൂസ് ചെയ്യും. ഹൊറർ സീൻസിൽ, പോർട്രേറ്റ്സിൽ ഹൊററായിട്ടുള്ള സോറോ മൂഡുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ സസ്പീഷ്യസ് മൂഡുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് ലോ കീ ലൈറ്റിംഗ് യൂസ് ചെയ്യാറ്. ഇത് പിന്നെ എന്താ പറയുക ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ലൈറ്റിംഗ് ആയിരിക്കും, മേ ബി 2 ഉണ്ടാകും, പക്ഷേ ലിമിറ്റഡ് സോഴ്സ് ഓഫ് ലൈറ്റിംഗ് ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യുക. ലോവർ എക്സ്പോഷർ സെറ്റിങ്സ് ആണ് ലോ കീ ലൈറ്റിങ്ങിൽ യൂസ് ചെയ്യാറ്. ലോ കീയുടെയും ഹൈ കീയുടെയും 2 എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഈ ഹൈ കീയിൽ കണ്ടോ ഓവറോൾ ബ്രൈറ്റ്നെസ് ആണ് യൂസ് ചെയ്യുന്നത്. ലോ കീയിൽ വരികയാണെങ്കിൽ ഒരു വെളിച്ചം കുറവ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ഹൊറർ ഫീലിംഗ് ആണ്. സോ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യലാണ് ലോ കീ ലൈറ്റിങ്ങിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ലോ കീ ലൈറ്റിംഗ് ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് കാണിച്ചു തരികയാണെങ്കിൽ ഈ 2 ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ഒരു ഫോട്ടോഗ്രാഫാണ്. ഇതാണ് ലോ കീ ലൈറ്റിങ്ങിൻ്റെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂസേജ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ഹ്യൂമൻ ബീയിൻ്റെ ഫേസിൻ്റെ പല ഭാഗങ്ങളും തന്നെ ഡാർക്ക് കൊണ്ട് കവേർഡാണ് അല്ലേ. ഈ ഒരു ഫേസിൻ്റെ ഈ ഒരു മെയിൻ ടെക്സ്റ്റ് ഒരു മെയിൻ പാർട്ടിൽ മാത്രമാണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. എന്താ ഈ ഒരു ഫോട്ടോഗ്രാഫും കൂടുതലായിട്ടും ഡാർക്ക് ടോൺസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് ഹൈ കീ ലൈറ്റിങ്ങും ലോ കീ ലൈറ്റിംഗ് എന്ന് പറയുന്ന 2 ടോപ്പിക്കിലും നമുക്ക് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ഫ്രീസിങ് ദ ഫ്രെയിം, ക്യാപ്ചറിങ് ആക്ഷൻ ആൻഡ് സ്പോർട്സ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഏരിയ. സ്പോർട്സ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ നമുക്ക് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് കാണിക്കാൻ പറ്റുന്ന കുറച്ച് പിക്ചേഴ്സാണ് ഈ ഒരു ഫോട്ടോഗ്രാഫ്. സോ ഇതൊരു സ്പോർട്സ് ഐറ്റമാണ്. ബാസ്കറ്റ് ബോൾ കളിക്കുന്ന 2 പ്ലെയേഴ്സിൻ്റെ ഫോട്ടോസാണിത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒട്ടും അവർ പോസ് ചെയ്യുന്നില്ല, കാരണം അവരവരുടെ പ്ലേ ടൈമാണ്. അവർ ഫുൾ എനർജറ്റിക് ആയിട്ട് അവരവരുടെ സറൗണ്ടിങ്സിനെ കുറിച്ചിട്ട് ഒട്ടും ബോധേഡല്ല. അവർ കിട്ടുന്ന ആ ടൈമിൽ എത്രയും പെട്ടെന്ന് അവരുടെ എയിം ഫുൾഫിൽ ചെയ്യുക എന്നുള്ള ഒരു തോട്ടിലാണ് അവർ ഈ ഒരു മൊമെൻറ്റിൽ നിൽക്കുന്നത്. നെക്സ്റ്റ് ഇത് ഒരു സ്പോർട്സ് ഐറ്റമാണ്.
അത്ലറ്റ്സ് അവരുടെ ഫുള്ള് എനർജി എടുത്തിട്ട് അവരുടെ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഇടയിലുള്ള ഫോട്ടോഗ്രാഫാണത്. ആ ഒരു ബാരിയറൊക്കെ തടഞ്ഞ് വീണു പോകുന്നുണ്ട്. സോ ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, സ്പോർട്സ് ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ അവരൊട്ടും അവെയറല്ല. നമ്മൾ ആ അത്ലറ്റ്സിൻ്റെ, സ്പോർട്സ് പേഴ്സൺസിൻ്റെ അവരുടെ ഒരു ഗസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, അവരുടെ ഫീലിങ്സ്, അവരുടെ എനർജി, അതൊക്കെ ഭയങ്കര ഷാർപ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ടൈംലിനെസ് കീപ്പ് ചെയ്തുകൊണ്ട് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് സ്പോർട്സ് ഫോട്ടോഗ്രാഫീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. സോ സ്പോർട്സ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫോട്ടോഗ്രാഫി ഇൻക്ലൂഡഡ് ഇൻ ഫോട്ടോ ജേർണലിസം. ഫോട്ടോ ജേർണലിസം എന്ന് പറയുന്ന ഒരു ശൃംഖലയിലെ ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയാണ് സ്പോർട്സ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഇന്ന് വായനാശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് കുറച്ചെങ്കിലും വായനക്കാർ മലയാള ന്യൂസ് പേപ്പർ മറിച്ച് നോക്കുന്നത് സ്പോർട്സ് പേജിലുള്ള ഫോട്ടോഗ്രാഫ്സ് കാണാൻ വേണ്ടിയായിരിക്കും. കാരണം ഇന്നിപ്പോൾ നമ്മളൊരു ലൈവ് മാച്ച് കണ്ടു, നമ്മളതിൻ്റെ ഡീറ്റെയിൽസും വിന്നേഴ്സിനെയൊക്കെ മനസ്സിലാക്കി, അതിൻ്റെ സ്കോറും നമുക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മൾ നാളത്തെ ന്യൂസ് പേപ്പർ പിന്നെയും നോക്കുന്നത് അതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയല്ല. ഓക്കെ, അത് നമുക്ക് ഇപ്പോഴത്തെ സ്പോർട്സിൻ്റെ ന്യൂസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് കുറച്ചും കൂടി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ആ ന്യൂസുകൾ കൊടുത്തിട്ടുണ്ടാവുക. കാരണം ഒരു ഹാർഷായിട്ടുള്ള ന്യൂസിന് വേണ്ട, ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ന്യൂസിന് വേണ്ട. കാരണം അത് ഓൾറെഡി ഇന്നലെ എല്ലാവരും ലൈവ് കണ്ടു കഴിഞ്ഞു. സോ ഇനിയും ലൈവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നരേഷൻ്റെ ആവശ്യമില്ല. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേയിലേക്ക് ന്യൂസ് പോകുക. അതേപോലെ തന്നെ ആയിരിക്കും ആ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ടാവുക. കാരണം അതിൻ്റെ ഒരു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ കഴിഞ്ഞ മാച്ചിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഫേമസ് പേഴ്സൻ്റെ ഒരു പോസ്, അതൊക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്തിട്ട് പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, പേപ്പർ മാത്രമല്ല, ഇന്ന് നമുക്ക് ഡിജിറ്റൽ മേഖലയിൽ നോക്കുകയാണെങ്കിലും അത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കും. കാരണം നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലെയറിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റോ ഒരു പോസോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ഒരു പോസ്, അങ്ങനത്തെ ഒക്കെ ആയിരിക്കും സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിൽ കൂടുതലായിട്ടും ഉണ്ടാവുക. പിന്നെ ക്ലാരിറ്റിയോടുകൂടി വിത്ത് ടൈമിങ്ങിൽ അതിൻ്റെ ഇമോഷൻസിനെയൊക്കെ കൺവേ ചെയ്യാൻ പറ്റുന്ന ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കും സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ യൂസ് ചെയ്യാറ്. ആക്ഷൻ ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ കുറച്ചുകൂടി ബ്രോഡ്ലിയാണ്. അത് എന്തെങ്കിലും ഒരു മൂവിങ് ഒരു മോഷൻ ഉള്ള ഒരു സീന്, ഒരു സ്പോർട്സ് മാത്രമല്ല, വൈൽഡ് ലൈഫ് ആയിക്കോട്ടെ, ഡാൻസ്, സ്ട്രീറ്റ് പെർഫോമൻസ് ഒക്കെ ഉള്ളതിനെയാണ് നമ്മൾ ആക്ഷൻ ഫോട്ടോഗ്രാഫി എന്ന് പറയും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അതൊരു ബ്രോഡർ ഏരിയ ഓഫ് ഫോട്ടോഗ്രാഫിയാണ്. കാരണം ഒരു വിത്തൗട്ട് നമുക്ക് മുൻകൂട്ടിയുള്ള ഒരു പ്രവചനങ്ങളോ മുൻകൂട്ടിയുള്ള പ്രിപ്പറേഷൻസോ ഒന്നും ഇല്ലാതെ മേ ബി കിട്ടും. ചിലത് നിങ്ങൾ ഇത്ര മാസം വേണ്ടി വന്നു ഈ ഒരു ഫോട്ടോഗ്രാഫർക്ക് ഈ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ടാകും. അതൊക്കെ ഒരു ബ്രോഡായിട്ടുള്ള ഒരു ഏരിയയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. കൂടുതലായിട്ടും നേച്ചറിനെ പരിചയപ്പെടുത്തുക, മൃഗങ്ങൾ, അവരുടെ ജീവിത രീതികൾ, അവരുടെ മൂമെൻറ്റ്സ്, അവരുടെ പിന്നെ ഹാപ്പി ആയിട്ടുള്ള, ആംഗ്രി ആയിട്ടുള്ള പല ഇമോഷൻസിലുള്ള ഫേസിനെ, സിറ്റുവേഷൻസിനെ പകർത്തിയെടുക്കുന്ന രീതിയാണ് നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതൊരു വേറെ ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി തന്നെയാണ്. കാരണം വൈൽഡ് ലൈഫിലേക്ക് ഇറങ്ങുന്ന ജേർണലിസ്റ്റ് മേ ബി അതർ സൈഡ്സ് ഓഫ് ഫോട്ടോഗ്രാഫി കാനോട്ട് ബി ക്യാപ്ചേർഡ്. അവർക്ക് അതിനുള്ള ടൈം ഉണ്ടാവില്ല. കാരണം ഘോരഘോരമായ വനങ്ങളിലൂടെ മാസങ്ങളോളം വർഷങ്ങളോളം സഞ്ചരിച്ചിട്ടായിരിക്കും ഈവൻ ഭയങ്കര അട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിക്ചറൊക്കെ അവരെടുക്കുന്നത്. പല ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ഉണ്ട് കേട്ടോ. അത് പിന്നെ അങ്ങനെ പറഞ്ഞു പോകണമെങ്കിൽ കുറേ ഉണ്ടാവും. കാരണം നിരവധി ഫേമസ്, നമ്മൾ പലതും ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ കാണാറുണ്ടാവും. ഈ ഒരു ഫോട്ടോഗ്രാഫർ ഇത്ര ടൈം എടുത്തിട്ടാണ് ഈ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തത്, ഇത്ര മാസം എടുത്തിട്ടാണ് ഈ ഒരു ഫോട്ടോ എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമുക്ക് നമ്മൾ പലതും കണ്ടിട്ടില്ലാത്ത മൃഗങ്ങളെയും പക്ഷികളെയും സൂക്ഷ്മജീവികളെയും വരെ ചെറിയ ജീവികളെ വരെ പരിചയപ്പെടാനും അടുത്തറിയാനും അതിൻ്റെ ഫോട്ടോസ് കാണാനും നമുക്ക് ചാൻസ് ഒരുക്കി തന്നത് പിന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. പല ഫേമസ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട്. നമ്മൾ പിന്നെ അനിമൽ ഫോട്ടോഗ്രാഫി, നമ്മുടെ ഡിസ്കവറി പോലത്തെ പണ്ടുണ്ടായിരുന്ന ഡിസ്കവറി പോലത്തെ ചാനലുകൾ, ഇപ്പം സഫാരി ചാനലുണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫീനെ പിന്നെ അടുത്തറിയാവുന്ന ഒരു സെഗ്മെൻ്റൊക്കെ.
സോ വലിയ രീതിയിലുള്ള ടെക്നിക്കലായിട്ടുള്ള മുന്നേറ്റങ്ങളും കാര്യങ്ങളും നടത്തുന്ന ഒരു മേഖല കൂടിയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. നമ്മുടെ സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര പവേർഡായിട്ടുള്ള ലെൻസുകളാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യാറ്. കാരണം സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിൽ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ നടക്കാറുള്ളത്. അതിലിപ്പം നമുക്ക് പോയി പറയാൻ പറ്റില്ല അവരോട് ഒന്നും കൂടി ആ പോസ്റ്റർ ഒന്ന് കാണിക്കൂ എന്നുള്ള ഒരു ചാൻസ് അവിടെ ഇല്ല. സോ അത്രക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. ഫുൾ ടൈം എന്താ പറയുക, ഭയങ്കര കോൺഷ്യസ് ആയിരിക്കുക. ടൈംലിനെസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരു സൂര്യാസ്തമയം ഒരു സൂര്യോദയം ഒക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ജീവികളുടെ ഇത് കാണിക്കുന്നതൊക്കെ അത്രക്ക് ടൈംലിനെസ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. ഭയങ്കര അക്യുറേറ്റ് ആയിട്ടും എടുക്കേണ്ട ഒരു കാര്യമാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. സോ പിന്നെ സ്ട്രീറ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ഫോട്ടോഗ്രാഫിയിൽ വരുന്നതാണ്. ഡാൻസ് പെർഫോമൻസ് ഒക്കെ പിന്നെ ആക്ഷൻ ഫോട്ടോഗ്രാഫിയിൽ വരുന്ന ഏരിയാസാണ്. ഓക്കെ, അതിൽ നമുക്ക് മെയിനായിട്ട് എല്ലാത്തിലും ഷട്ടർ സ്പീഡ് ആണെങ്കിലും ISO ആണെങ്കിലും അപ്പറേച്ചർ ആണെങ്കിലും ഫോക്കസ് മോഡ് ആണെങ്കിലും മീറ്ററിങ് മോഡ് ഡ്രൈവിംഗ് മോഡ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ സ്പോട്ടിൽ നടക്കുന്നതാണ്. പിന്നീട് നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു നടക്കുന്ന ആ ഒരു സംഭവത്തിനെ ഒരു 2-3 ക്ലിക്കിലൂടെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ വേണേലും എടുക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. സ്പോർട്സ് ആയിക്കോട്ടെ ആക്ഷൻ ഫോട്ടോഗ്രാഫിയിൽ ഒന്നും പിന്നീട് നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലേ. കാരണം ഇപ്പം ഷട്ടർ സ്പീഡാണെങ്കിൽ ഫാസ്റ്റ് ഷട്ടർ സ്പീഡായിരിക്കും ക്രൂഷ്യൽ ടു ഫ്രീസ് മോഷൻസ്. ഓക്കെ, അതിൽ ഇൻഡോർ സ്പോർട്സിൽ 1/215S അല്ലെങ്കിൽ 1/500S ഔട്ട്ഡോർ ഫാസ്റ്റ് ആക്ഷൻ ആണെങ്കിൽ അത് 1/1000 1/2000 അല്ലെങ്കിൽ ഡാൻസ് മോട്ടോർ സ്പോർട്സ് ആണെങ്കിൽ അത് 1/4000 വരെ നമുക്ക് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മോഷൻ ബ്ലറായിട്ടുള്ള ആർട്ടിസ്റ്റിക് എഫക്റ്റ് ആണെങ്കിൽ അതിന് സ്ലോ ആയിട്ടുള്ള സ്പീഡുകളായിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, ഫാസ്റ്റ് ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുമ്പം നമുക്ക് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മോഷനായിട്ടുള്ള പിക്ചേഴ്സ് കിട്ടുമെന്നാണ്. ഇപ്പം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് അല്ലെങ്കിൽ സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിലാണെങ്കിൽ ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നടക്കുന്നതെങ്കിൽ അത് രണ്ടാമത് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ടൈമില്ല. സോ ഷട്ടർ സ്പീഡ് കൂട്ടിയിടുമ്പം നമുക്ക് കുറേയധികം ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഇമേജ് തന്നെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ബ്ലറ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്രോച്ചർ ആണെങ്കിലും വൈഡ് അപ്രോച്ചർ യൂസ് ചെയ്യാം. F എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ F എന്ന് പറയുന്നതിലാണ് F സ്റ്റോപ്പ് എന്നാണ് പറയുക. Fലാണ് നമ്മൾ പിന്നെ അപ്രേച്ചർ നോട്ടിഫൈ ചെയ്യാറ്. 2.8 അല്ലെങ്കിൽ 4 ഇട്ടാൽ ഫാസ്റ്റർ ഷട്ടർ സ്പീഡ് ആൻഡ് ബ്ലർ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടാവുന്നതാണ്. പിന്നെ ISO ആണെങ്കിലും എത്രത്തോളം പോസിബിൾ ലോയിൽ പിന്നെ കീപ്പ് ചെയ്യാൻ പറ്റും അത്രത്തോളം ലോ ആയിട്ട് കീപ്പ് ചെയ്യുക. കാരണം ഇമേജ് ക്വാളിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ISO ആണ് സഹായിക്കാറ്. പിന്നെ ഫോക്കസ് മോഡ് ആയിക്കോട്ടെ, അത് ഓട്ടോ ഫോക്കസ് മോഡും മാനുവലും ഇടുന്നവരുണ്ട്. ഓട്ടോ ഫോക്കസ് മോഡ് ആകുമ്പം എന്താണെന്ന് വെച്ചാൽ മൂവിങ് സബ്ജക്ട്സിൻ്റെ ഫോക്കസ് നമുക്ക് ഇപ്പം ഒരു കടുവ അല്ലെങ്കിൽ ഒരു ആനയുടെ ഒരു ഫാമിലി ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മൂവിങ് ആവുന്നതിനനുസരിച്ച് നമുക്ക് അവരോട് പറയാൻ പറ്റില്ല അവിടെ തന്നെ അടങ്ങി നിൽക്കുന്നു. അപ്പം നമ്മുടെ മൂവിങ് ആവുന്നതിനനുസരിച്ച് നമ്മൾ ക്യാമറ മൂവ് ചെയ്യുമ്പോൾ മാനുവൽ ഇടുമ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയ മാനുവൽ പിന്നെ ഓട്ടോയിലാണ് നമ്മൾ ഇടാറ്. മാനുവലിലാകുമ്പോൾ നമ്മൾ തന്നെ ക്യാമറയിൽ എല്ലാ സെറ്റിങ്സും നടത്തണം. ഓട്ടോയിലാകുമ്പം ക്യാമറ ഓൾറെഡി ഫോക്കസൊക്കെ ക്യാമറ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്തോളും. അതാണ്. സോ ഓട്ടോയിലിടുമ്പോൾ ഫോക്കസ് മാറാതെ നമുക്ക് കിട്ടാൻ കൂടുതലായിട്ട് സഹായിക്കും. ഓക്കെ, പിന്നെ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളത് എക്സ്പോഷർ കറക്ഷൻ, പിന്നെ നമ്മൾ എന്താ പറയുക ലൈറ്റും ഡാർക്കും ഒരു ഇമേജിനെ റെഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്പോഷർ എന്ന് പറയുന്നത്. സോ അണ്ടർ എക്സ്പോഷറും ആവാൻ പാടില്ല, ഹൈ എക്സ്പോഷറും ആവാൻ പാടില്ല. കാരണം അണ്ടർ എക്സ്പോഷർ എന്ന് വെച്ചാൽ ടു ഡാർക്കായിട്ടുള്ള ഇപ്പം ഒരു ഇമേജിൽ ഭയങ്കര ഡാർക്ക്നെസ് വരുന്നതിനെയാണ് നമ്മൾ അണ്ടർ എക്സ്പോഷർ എന്ന് പറയുക. ഓവർ എക്സ്പോഷർ എന്ന് പറയുന്നത് ഒരു ഇമേജിൽ ഭയങ്കര ലൈറ്റ് കൂടി വരുന്നതിനാണ്. നമ്മൾ പിന്നെ
മനഃപൂർവ്വമല്ലാതെ ലൈറ്റ് കടന്നു വരും. അപ്പം ഒരു സണ്ണി ആയിട്ടുള്ള ഒരു ഡേയിൽ ഒരു പിക്ചർ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഓവർ എക്സ്പോഷർ ആയിരിക്കും അല്ലേ. പിന്നെ വൈറ്റ് കൂടിയിട്ട് ഒരു എന്താ പറയുക നമ്മളുടെ സബ്ജക്റ്റൊക്കെ കൂടുതൽ ബ്ലറായി പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഓവർ എക്സ്പോഷർ എന്ന് പറയാം. അല്ലാതെ ഹൈക്കി ലൈറ്റിങ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ അല്ല കേട്ടോ, നമ്മൾ മനഃപൂർവ്വമല്ലാതെ കൊണ്ടുവരുന്ന കാര്യങ്ങൾക്കാണ് പറയുന്നത്. പിന്നെ അതിലായിക്കോട്ടെ നമുക്ക് കളർ ബാലൻസ് ചെയ്യേണ്ടി വരും. ഒരു നാച്ചുറായിട്ടുള്ള ട്രൂ ലൈഫ് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. കാരണം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ അതിലൊക്കെ ഒരു നേച്ചർ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ. സോ ആ നേച്ചറിൻ്റെയൊക്കെ ഒരു എന്താ പറയുക അതിൻ്റെ ഫീല് നമുക്ക് കിട്ടണം. അത് സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിൽ നിങ്ങളിപ്പം വിൻ ചെയ്ത ഒരു ടീമിലെ ക്യാപ്റ്റൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ നിങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും ആളുടെ ഒരു ചിയർഫുൾനെസ്സും ആളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഗാലറി ബ്ലറായിട്ടുണ്ടാകും. ആ ഗാലറിയിലുള്ള എല്ലാ ആളുകളും ചിയർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാകും. അത് നമുക്ക് ആ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ അതിലുള്ള വാം കൂൾ ടോൺസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ അതിലുള്ള എന്താ പറയുക എല്ലാ കളേഴ്സിനെയും ഈക്വലി ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റണം. ഇപ്പം നമ്മൾ നാച്ചുറൽ ഫോട്ടോഗ്രാഫി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എടുക്കുമ്പം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആനക്കൂട്ടത്തിൻ്റെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ആ ആനയുടെ കളറ് എന്ന് പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് പ്ലസ് ഗ്രേ ആ ഒരു കളറാണല്ലോ, പ്യുവർ ബ്ലാക്കും അല്ല എന്നാൽ ഒരു ഒരു ഗ്രേന്ന് കുറച്ചും കൂടി ഡാർക്കാണ് താനും. ആ കളേഴ്സിന് ഹൈലൈറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ നമ്മുടെ വയനാട് ബത്തേരി ഭാഗങ്ങളിലുള്ള ഫോട്ടോഗ്രാഫ്സ് കാണാറുണ്ട്. ആ ഒരു എന്താ പറയുക റോഡിൻ്റെ ആ കളറും ആ ആനക്കുട്ടും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഫോറസ്റ്റിൻ്റെ കളറും ഭയങ്കര രസമായിട്ടായിരിക്കും കളർ ടോൺസ് അവർ യൂസ് ചെയ്യുക. സോ അത്തരത്തിലുള്ള കളർ ടോൺസ് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ എന്താ പറയുക സാറ്റുറേഷൻസ്, വൈബ്രേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കളേഴ്സിനെയും ഈക്വലായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റണം. പിന്നെ ഡൾ കളേഴ്സിനെ ബൂസ്റ്റ് ചെയ്യാനും പിന്നെ എന്താ പറയുക സ്കിൻ ടോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കളേഴ്സും യൂസ് ചെയ്യണം. സ്കിൻ ടോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൃഗങ്ങളുടെ ഇപ്പം എന്താ പറയുക മൃഗങ്ങളുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം പെർഫോമൻസ് സൈഡിൽ വരുമ്പോഴുള്ള സ്കിൻ ടോൺസ് ആയിക്കോട്ടെ അതിനെയൊക്കെ പെർഫെക്റ്റ്ലി സേവ് ചെയ്യുന്ന പിന്നെ എന്താ പറയുക എഡിറ്റിങ്സ് യൂസ് ചെയ്യണം. ഷാർപ്നെസ് ആൻഡ് ക്ലാരിറ്റി. ഓക്കെ, അതെന്ന് വെച്ചാൽ ഒരു ഇമേജിൽ വരുന്ന ഒരു ഇമേജിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുമ്പം ആ ഇമേജിന് പക്ക ഷാർപ്പായിരിക്കണം അല്ലേ, അത് ക്ലിയറും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ പിക്ചർ നമുക്ക് ആ പിക്ചറിൻ്റെ അതേ ഒരു സ്വാദിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഭയങ്കര ക്ലിയർ ആയിരിക്കണം. നമ്മൾ കാണുന്ന പിക്ചറിൽ എന്തെങ്കിലും ബ്ലറായിട്ട് കാണുകയാണെങ്കിൽ ഈവൻ നമുക്കത് പിന്നെ എന്താ പറയുക ആ ഒരു മൂഡിൽ തന്നെ അത് അബ്സോർബ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാലും പിന്നെ ഓവർ ഷാർപ്പണിങ് ക്യാൻ ക്രിയേറ്റ് ഹാലോസ് ഓർ നോയ്സ് എന്നാണ്. കാരണം ഓവർ ഷാർപ്നെസ്സും പാടില്ല അല്ലേ, കാരണം ഇമേജ് മാത്രം എൻഹാൻസ് ചെയ്യുന്നത് പോലെയും പാടില്ല. ഇപ്പം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലാണെങ്കിൽ സബ്ജക്റ്റിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നേച്ചറാണെങ്കിൽ ഇപ്പം നല്ലൊരു വാട്ടർഫാളിൻ്റെ അടുത്തുനിന്ന് കുറച്ച് അനിമൽസിൻ്റെ ഫോട്ടോസാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആണെങ്കിൽ ആ വാട്ടർഫാളിനെയും നമുക്ക് ആസ്വദിക്കാൻ പറ്റണം, ആ സബ്ജക്റ്റിനെ ആസ്വദിക്കാൻ പറ്റണം. പക്ഷേ സബ്ജക്റ്റിനെ മാത്രം ഭയങ്കര ഷാർപ്നെസ് ആക്കിയാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല, കുറച്ചുകൂടി ബ്ലറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ ഇതാണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പിന്നെ ഫോട്ടോഗ്രാഫ്സിലും അതിൻ്റെ ബാക്കിയുള്ള എഡിറ്റിങ്സിലും നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് വരുന്ന പോയിൻറ്റ്സ്. ഓക്കെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്ഷൻ ഫോട്ടോഗ്രാഫിയും സ്പോർട്സ് ഫോട്ടോഗ്രാഫിയും നമുക്ക് ഡീറ്റെയിൽ ആയി നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ മനസ്സിലായാൽ മതി, വേറെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നുമില്ല. പിന്നെ വരുന്നത് ക്രോപ്പിംഗ് ആൻഡ് റീ എഡിറ്റിംഗ് ഇമേജസ് ആണ്. നമ്മൾ എല്ലാ ഫോട്ടോഗ്രാഫ്സും കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മളുള്ളത്. സോ ക്രോപ്പിംഗ് ആൻഡ് റീ എഡിറ്റിംഗ് ഹെൽപ്പ് റിഫൈൻ ദ കമ്പോസിഷൻ ആൻഡ് വിഷ്വൽ ഫ്രെയിമിംഗ് ഓഫ് ആൻ ഇമേജ്. ഇറ്റ്സ് അബൌട്ട് ഇംപ്രൂവിംഗ് ഹൗ ദ സബ്ജക്റ്റ് ഈസ് പൊസിഷൻഡ്, റിമൂവിംഗ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് എംഫസൈസിങ് ദ മെയിൻ ഫോക്കൽ പോയിന്റ്. ക്രോപ്പിംഗ് എന്ന് പറയുന്നത് ആൻഡ് റീ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ ഫ്രെയിമിങ്ങിൻ്റെ ഒരു ഇമേജിൻ്റെ വിഷ്വൽ ഫ്രെയിമിംഗ് കംപ്ലീറ്റ് ആക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്രോപ്പിംഗ് ആൻഡ് റീ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ആ സബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പിന്നെ അതിൽ വരുന്ന ബാക്കിയുള്ള എന്താ പറയുക നോയ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഫോക്കൽ പോയിൻ്റ് കുറച്ചുകൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ. ഇത് ക്രോപ്പിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയിനായിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഏരിയാസ് പിന്നെ റിമൂവ് ചെയ്യുന്നു. പിന്നെ മെയിൻ സബ്ജക്റ്റിനോടുള്ള ഫോക്കസ് കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്രോപ്പിംഗ് സഹായിക്കാറുണ്ട്. ഓക്കെ. കോമൺ ആയിട്ടുള്ള ക്രോപ്പിംഗ് റേഷ്യോസാണ് 3:2, 1:2, 16:9 എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ എന്താ പറയുക, ഒരു ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്രോപ്പിംഗ് സ്റ്റൈല് വെച്ചിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ 3:2 ഒക്കെ യൂസ് ചെയ്യാറ്. ഒരു സ്റ്റാൻഡേർഡ് DSLR റേഷ്യോ ആണ് 3:2 എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നെ കീപ്പ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് എവേ ഫ്രം എഡ്ജസ്. നമ്മളിപ്പോൾ എപ്പോഴും ക്രോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഐറ്റം അവിടെ തന്നെ ഉണ്ടാവണം. അത് ക്രോപ്പ് ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് അതിൻ്റെ സബ്ജക്റ്റ് മാത്രമല്ല, സബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും നമ്മൾ വിചാരിക്കുന്ന ഒരു വിഷ്വൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടാവില്ല, അത് ഒഴിവാക്കാൻ പാടില്ല. പിന്നെ ഓവർ ക്രോപ്പിംഗ് നമ്മൾ ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഒരു പിക്ചർ ക്വാളിറ്റി മേ ബി എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എപ്പോഴും ബാലൻസും പെർസ്പെക്റ്റീവും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ. പിന്നെ സ്ട്രൈറ്റനിങ് ആൻഡ് അലൈൻമെൻ്റ് ആണ് നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പായിട്ടും നമ്മൾ ഹൊറിസോണ്ടലായിട്ടും വേർട്ടിക്കലായിട്ടും നമ്മൾ യൂസ് ചെയ്യുക, നമ്മൾ ഫോട്ടോഗ്രാഫ്സ് എടുക്കാറുണ്ട്. അത് പിന്നെ ഫ്രെയിമിന് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രൈറ്റ് ആയിട്ടും അലൈൻമെൻറ്റ് അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് റീ എഡിറ്റിംഗ് ആണ്. റീ എഡിറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ റീവിസിറ്റ് ഏർലിയർ എഡിറ്റ്സ് ടു ഇംപ്രൂവ് ദ ഫൈനൽ ലുക്ക്. ഓക്കെ. ഫൈനൽ ലുക്ക് നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീ എഡിറ്റിംഗ് യൂസ് ചെയ്യാറ്. അതിൽ ടോൺ അഡ്ജസ്റ്റ് ചെയ്യാനും കോൺട്രാസ്റ്റ്, ക്രോപ്പ്, പിന്നെ എന്താ പറയുക, ന്യൂ ക്രിയേറ്റീവ് വിഷൻ. ഇപ്പം പല രീതിയിലുള്ള ഫോട്ടോഗ്രാഫ്സും ഇന്നിപ്പം നമുക്ക് ടെക്നോളജിക്കലി ഭയങ്കര ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കാലത്ത് പല ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റൈൽ ഓഫ് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും നടത്താവുന്നതാണ്. കോൺട്രാസ്റ്റുകളിൽ മാറ്റം വരുത്താം, ക്രോപ്പിംഗ് സ്റ്റൈലിൽ മാറ്റം വരുത്താം. ഓക്കെ. പിന്നെ ഓരോ എഡിറ്റിംഗ് ആപ്പുകളിൽ ഇടുമ്പം നമുക്ക് ലൈറ്റ് ഗ്രൂം എന്ന് പറയുന്നത്, ലൈറ്റ് ഗ്രൂം, ഫോട്ടോഷോപ്പ് പോലുള്ള ആപ്പുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ എന്താ പറയുക, ഒറിജിനൽ ലൈഫ് എന്നൊക്കെ പറയുമല്ലോ ഒരു പിക്ചറിൻ്റെ, അതിൻ്റെ ഒറിജിനൽ ലൈഫിന് ഇപ്പം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും സ്പോർട്സ് ഫോട്ടോഗ്രാഫിയും ഇപ്പം ഡാൻസ്, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അതൊക്കെ പറയുമ്പോൾ ഒരു ലൈഫുള്ള ഫോട്ടോഗ്രാഫ്സാണ് അതൊക്കെ, അല്ലേ? നമ്മളൊരു സ്റ്റുഡിയോന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല. അപ്പം അതിൻ്റെയൊക്കെ ലൈഫ് പോകാത്ത വിധത്തിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ റീഫ്രെയിമിംഗ് ഫോർ ഇമ്പാക്റ്റ് എന്നുള്ള പറയുന്നൊരു ടോപ്പിക്കാണ് നെക്സ്റ്റ് വരുന്നത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ പിക്ചേഴ്സ് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പിക്ചർ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസാണ് കേട്ടോ. ഇത് നമ്മൾ ക്യാമറയിൽ നമുക്ക് ഡിജിറ്റലി ഉള്ള പിന്നെ ഫ്രെയിമിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് ക്രോപ്പിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ. റീഫ്രെയിമിംഗ് എന്ന് വെച്ചാൽ റീപൊസിഷനിങ് ദ സബ്ജക്റ്റ് വിത്തിൻ ദ ഫ്രെയിം ഫോർ എ സ്ട്രോങ് സ്റ്റോറി ഓർ ഇമോഷൻ എന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പേഴ്സൻ്റെ എക്സ്പ്രഷനെ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിനെ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രോപ്പ് ചെയ്യുമല്ലോ, അതൊക്കെയാണ് ഈ റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അതൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പിന്നെ എന്താ പറയുക ടൂൾസാണ് റീഫ്രെയിമിംഗ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഇമേജ് എൻഹാൻസ്മെൻ്റ് ആണ്. ഇമേജ് എൻഹാൻസ്മെൻറ്റ് ഡെഫിനിഷൻ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാകും. ഇമേജ് എൻഹാൻസ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിഫൈനിങ് ആൻഡ് ബ്യൂട്ടിഫൈയിങ് എ ഫോട്ടോഗ്രാഫ് ബിയോണ്ട് ബേസിക് കറക്ഷൻ ബൈ റീടച്ചിങ്, റിമൂവിങ് ഡിസ്ട്രാക്ഷൻ ആൻഡ് പ്രിപ്പയറിങ് ഇമേജസ് ഫോർ ഫൈനൽ പ്രസൻറ്റേഷൻ. പ്രിൻ്റ്, വെബ്, സോഷ്യൽ മീഡിയയിലേക്കൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളുടെ ഇമേജസിൽ വരുത്തുന്ന ഒരു റീടച്ചിങ്, പിന്നെ അതിലാവശ്യമില്ലാത്ത എന്തെങ്കിലും, ഇപ്പം എന്താ പറയുക, ഒരു സ്പോർട്സ് ഫോട്ടോഗ്രാഫിയാണ്, അതിൽ വിന്നിങ് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ ഒരു പടം എടുക്കുകയാണെങ്കിൽ ഇപ്പം ഫെയിലായിട്ടുള്ള ഒരു ടീമിൻ്റെ കുറച്ച് അംഗങ്ങളുടെ ഒരു അംഗത്തിൻ്റെ ഒരു ചെറിയൊരു ബോഡി പാർട്ട്, പകുതി ബോഡി ഇതിൽ പെട്ടിട്ടുണ്ട്, അതൊക്കെ റിമൂവ് ചെയ്യാം. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഭാഗമാണ് നമുക്ക് പിന്നെ റിമൂവിങ് ഡിസ്ട്രാക്ഷൻസിൽ വരുന്നത്. ഓക്കെ. പിന്നെ വരുന്നതാണ്
ഫസ്റ്റ് വരുന്നതാണ് റീടച്ചിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഡസ്റ്റ് സ്പോട്ട്സ് നമ്മളുടെ ഫോട്ടോഗ്രാഫ്സിലുള്ള മേ ബി ഡസ്റ്റ് സ്പോട്ട്സ് എന്ന് പറയും. ഇപ്പം പിന്നെ എന്താ പറയുക, ചെറിയ ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ ആയിട്ട് അതൊക്കെ റിമൂവ് ചെയ്യുക. പിന്നെ സ്കിന്നിന് നാച്ചുറലി ഒരു സ്മൂത്തി എഫക്റ്റ് കൊടുക്കുക. അതിപ്പം ആനിമൽസിനായിക്കോട്ടെ, ഇപ്പം നമ്മൾ കണ്ടാൽ പേടിക്കുന്ന പല ആനിമൽസിൻ്റെയും ഫോട്ടോഗ്രാഫ്സ് കണ്ടിട്ടേക്കും ചിലപ്പോൾ നമുക്ക് അവരോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും അല്ലേ. ആനനെയൊക്കെ കണ്ടാൽ ഭയങ്കര ഭംഗിയായിരിക്കും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി തോന്നും. അപ്പം ചെറിയ രീതിയിലുള്ള സ്കിൻ സ്മൂത്തനിങ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ അതിൻ്റെയൊക്കെ പബ്ലിഷിങ്ങിലൂടെ കണ്ടിട്ടുണ്ടാവുക. പിന്നെ ഐ ബ്രൈറ്റ്നസ്, ടീത്ത് വൈറ്റ്നസ് ഒക്കെ കൂടി. ഇപ്പം പിന്നെ ഒരു കൊമ്പൻ്റെ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പിന്നെ കൊമ്പുകളിങ്ങനെ പല്ലുകളിങ്ങനെ ഭയങ്കര വൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗി ഉണ്ടാവില്ല, പക്ഷെ നേരിട്ട് കാണുമ്പം ചെറിയൊരു പേടി തോന്നും. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇംപെർഫെക്ഷൻ നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ ഫോട്ടോഗ്രാഫ്സിലുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം. അതൊക്കെ എന്താ പറയുക, ഫോട്ടോഷോപ്പിൽ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. പിന്നെ റിമൂവിങ് ഡിസ്ട്രാക്ഷൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പിക്ചറിൽ നമ്മൾ ഉദ്ദേശിച്ച സബ്ജക്റ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ആളുകൾ, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിനെയാണ് റിമൂവിങ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ ഫോട്ടോഷോപ്പിലും ലൈറ്റ് റൂമിലൊക്കെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അതൊക്കെ റിമൂവ് ആയിക്കോളും. ഓക്കെ, പിന്നെ എൻഹാൻസിങ് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണ്, മുടി, പിന്നെ എന്താ പറയുക, പല്ല്, അതൊക്കെ ഇത് എന്താ പറയുക, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലായിക്കോട്ടെ അതിലും, പിന്നെ ബാക്കി സ്പോർട്സ് ഫോട്ടോഗ്രാഫി, പിന്നെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിലൊക്കെ അതൊക്കെ ഉൾക്കൊള്ളിക്കാം. പിന്നെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫീൻ്റെ കാര്യത്തിൽ വരും. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്തെങ്കിലും ഒരു ക്രീമിൻ്റെ സ്പ്രേ, മൊബൈൽ ഫോൺസിൻ്റെയൊക്കെ ആഡുകൾ ഫോട്ടോഗ്രാഫ്സിൽ. പിന്നെ ആ ഒരു പ്രൊഡക്റ്റിന് ഭയങ്കര ഷാർപ്നെസ് ആയിരിക്കില്ലേ, നമ്മളൊന്നും ആ പ്രൊഡക്റ്റിനൊന്നും ബാക്ക്ഗ്രൗണ്ട് ഇന്നേ വരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം ഭയങ്കര ഷാർപ്പായിരിക്കും ആ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് എന്ന് പറയുന്നത്. പിന്നെ അതിന് ഹൈലൈറ്റ്സ് കൊടുക്കുക, മേ ബി ഷാഡോസ് വേണ്ടതാണെങ്കിൽ അതിനെ ആഡ് ചെയ്യുക, വേണ്ടാത്തതാണെങ്കിൽ റിമൂവ് ചെയ്യുക. പിന്നെ ബ്രൈറ്റർ ആക്കുക, ഡാർക്ക് ആക്കണമെങ്കിൽ ഡാർക്ക് ആക്കാം, ബ്രൈറ്റ് ആക്കണമെങ്കിൽ ബ്രൈറ്റ് ആക്കുന്ന പിന്നെ ടൂൾസ് ഉപയോഗിക്കാം. പിന്നെ കളർ ഗ്രേഡിംഗ് എന്ന് വെച്ചാൽ ആപ്റ്റായിട്ടുള്ള ടോൺസ് യൂസ് ചെയ്തിട്ട് ആ ഒരു പിക്ചറിന് വേണ്ട മൂഡ്സും സ്റ്റൈൽസും ക്രിയേറ്റ് ചെയ്യാം. പിന്നെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു വാം ഓറഞ്ച് ടോൺസ് ഫോർ സൺസെറ്റിന് നമ്മളൊരു ഓറഞ്ചി ആയിട്ടുള്ള ഒരു ഫീല് കൊടുക്കുന്നു. വിൻ്റർ സീസണിൽ നമ്മൾ കൂൾ ബ്ലൂ ആയിട്ടുള്ള ടോൺ കൊടുക്കുന്നു. അതൊക്കെയാണ് കുറച്ചുകൂടി കളർ ഗ്രേഡിങ്ങിൽ വരാറ്. കാരണം ആ ഒരു പിന്നെ സൺസെറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു മൂഡ് നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കളർ ഗ്രേഡിങ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ പ്രിപ്പയറിങ് ഇമേജസ് ഫോർ ഔട്ട്പുട്ടാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പല മീഡിയാസിൽ ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഫോട്ടോഗ്രാഫ്സ് എടുക്കുക. പ്രിൻറ്റിനായിരിക്കും, വിഷ്വലിനായിരിക്കും, മേ ബി സോഷ്യൽ മീഡിയക്കായിരിക്കും, എന്തിനെങ്കിലും വേണ്ടിയിട്ടായിരിക്കും. ഏത് മീഡിയക്കാണോ ആവശ്യം അതിൻ്റെ റെസൊല്യൂഷനും അതിൻ്റെ സൈസിങ്ങും അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഫോട്ടോസ് കൊടുക്കുക അല്ലേ. കാരണം ഓൺലൈൻ മീഡിയകൾക്ക് വേണ്ട അത്ര ഒരു റെസൊല്യൂഷൻ പ്രിൻറ്റ് മീഡിയകൾക്ക് ആവശ്യമില്ല. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സ് ഫോട്ടോഗ്രാഫിയാണ് കുറച്ചുകൂടിയും ക്ലിയർ ആയിട്ട് വരുന്നത്. എന്നാൽ തന്നെയും നമ്മളുടെ ഒരു ഓൺലൈൻ മീഡിയക്ക് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് വേണ്ട അത്ര റെസൊല്യൂഷൻ പ്രിൻറ്റ് മീഡിയകൾക്ക് വേണ്ട. ഫോർ പ്രിൻറ്റിന് വേണ്ടത് റെസൊല്യൂഷൻ ടു 300 DPI ആണ്. അത് പല രീതിയിലുള്ള അതിൻ്റെ DPIs വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം അൺക്ലിയർഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിലും മേ ബി പത്രത്തിൽ വരുമ്പം അതിൻ്റെ ക്ലാരിറ്റി ഒന്നും കൂടെ കുറയുകയാണ് ചെയ്യാറ് അല്ലേ. അത് നേരെ ഓൺലൈനിലേക്ക് വരുവാണെങ്കിൽ ഇവൻ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞാൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ അത് വലിയ കുഴപ്പമില്ല, ഷെയർ ചെയ്ത് നമുക്കത് റീച്ചായി പോയിക്കോളും. പക്ഷേ പ്രിൻറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പം അങ്ങനെയല്ല, അത് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് കാണും. നിങ്ങൾ ചില ഫോട്ടോഗ്രാഫ്സ് കണ്ടിട്ടുണ്ടാവില്ലേ, 2 പ്രിൻറ്റിങ് പോലെ കിടക്കുന്ന, മേ ബി അത് പ്രിൻറ്റിങ്ങിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. ബട്ട് ക്ലാരിറ്റി കുറഞ്ഞ ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിൽ നമ്മൾ ആരും നോക്കാറില്ല അല്ലേ. അതാണ് സ്പോർട്സ് ഫോട്ടോഗ്രാഫീൻ്റെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ്. പത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്ലിയറും പിന്നെ എന്താ പറയുക
റെസൊല്യൂഷൻസ് കൂടിയതുമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത് സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിലായിരിക്കും. പിന്നെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് പോസ്റ്റ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഇത് പിന്നെ നമ്മളുടെ പിക്ചേഴ്സിൻ്റെ പോസ്റ്റ് പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പിക്ചേഴ്സിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയും നമ്മളുടെ തന്നെ പ്രൊഫഷണലിസവും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് പ്രോസസ്സിങ് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു പിക്ചേഴ്സിലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡുണ്ട്, അതിനെയും പിന്നെ നമ്മളാണ് ആ പിക്ചർ എടുക്കുന്നവന് എന്നതെങ്കിലും കാണുന്ന ആൾക്ക് തോന്നണം ഇത് ഞാൻ അങ്ങനെ ഭയങ്കര ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ ക്യാമറയുടെയും ലൈറ്റിങ്ങിൻ്റെയും ലിമിറ്റേഷൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് പ്രോസസ്സിങ് സ്റ്റേജ് സഹായിക്കാറുണ്ട്. പിന്നെ ഒരു പേഴ്സണൽ ക്രിയേറ്റീവ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനും പിന്നെ എസെൻഷ്യൽ ഫോർ കൊമേഴ്ഷ്യൽ ഫാഷൻ ആൻഡ് പോർട്ട്ഫോളിയോ വർക്ക്സിന് വേണ്ടിയിട്ട് പോസ്റ്റ് പ്രോസസ്സിങ് സഹായിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള പിക്ചേഴ്സ് എടുത്താൽ മാത്രം പോരാ, നല്ല രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് അതിന് അൺവാണ്ടഡ് ആയിട്ടുള്ള തിങ്സ് റിമൂവ് ചെയ്തിട്ട് വേണ്ടത് ആഡ് ചെയ്തിട്ട് നമുക്കത് നല്ല കൊടുക്കാനുള്ള ചാൻസും കൂടി ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മളുടെ പിക്ചേഴ്സ് നല്ല രീതിയിൽ എടുത്ത് അത് പ്ലേസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയുള്ളൂ.